നമ്മള് ബിസിനസ്സിന് വേണ്ടി പാർട്ട്നേഴ്സായ ആൾക്കാരല്ല, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയ ആൾക്കാരല്ല. നമ്മൾ ഫ്രണ്ട്സ് കൂടി ഇരുന്നപ്പോൾ ഉണ്ടായ ബിസിനസ് ആണ് ആക്ച്വലി. ഇത് 4000+ ലീഡ്സ് വന്നു ഒറ്റ യൂട്യൂബിൽ ആ സമയത്ത്. അപ്പൊ സ്ക്രിപ്റ്റ് ഇല്ലേ? ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഇല്ല. ഞങ്ങൾ ഇന്നേ വരെ സ്ക്രിപ്റ്റഡ് ആയിട്ട് ഒരു സാധനം ചെയ്തിട്ടില്ല. ഇവിടെ ഒരു റിസ്ക് ഇല്ലേ? നിങ്ങൾ പലരെയും ബിൽഡ് ചെയ്യുന്നു. വാട്ട് ഇഫ് അവർ വേറൊരു കമ്പനിയിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും? വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇകോം ഷോ. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് നാട്ടുകാരെ ഇംഗ്ലീഷ് പറയാൻ പഠിപ്പിക്കുന്ന ഒരാളാണ്. 100,000-ൽ പരം ആൾക്കാരെ ഓൾറെഡി പഠിപ്പിച്ചു കഴിഞ്ഞു, സ്റ്റിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മലയാളികൾ കേട്ടോ. ഇപ്പം അവർ തമിഴ്നാട്ടിലേക്ക് പോയി, കർണാടകയിൽ പോയി, ശ്രീലങ്കയിൽ വരെ എത്തി എന്നൊക്കെയാണ് പറയുന്നത്. വെറുതെ അടിച്ചു വിടുകയാണോ എന്ന് എനിക്ക് അറിയില്ല. സോ വി ഹാവ് ഷിബിൽ, ഹു ഈസ് ദ ഫൗണ്ടർ ആൻഡ് CEO ഓഫ് ഇംഗ്ലീഷ് കഫേ അല്ലേ? യെസ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. സോക്കോ എന്ന് പറഞ്ഞ വാട്സാപ്പ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം ഷോപ്പിഫൈ ഇ-കൊമേഴ്സ് സ്റ്റോഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻഡ് സോഫ്റ്റ്വെയർ ആണ്. ഇതിൻ്റെ അകത്ത് ഫ്ലോ ഹിപ്പോ എന്ന ടൂൾ വെച്ചിട്ട് യു ക്യാൻ ബിൽഡ് എനി കൈൻഡ് ഓഫ് ഓട്ടോമേഷൻസ്. അവരെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മളെ റെഫർ ചെയ്യാൻ മറക്കരുത്. യു വിൽ ഗെറ്റ് എ സ്പെഷ്യൽ കൺസിഡറേഷൻ. ഓവർ ടു ദ എപ്പിസോഡ്. ഷിബിൽ, എങ്ങനെയാണ് ഇതിനകത്ത് ആ ഒരു ജേണി ബ്രീഫായിട്ട് പറയാൻ പറ്റുമോ? വേർ ഡിഡ് യു സ്റ്റാർട്ട് ഫ്രം ആൻഡ് ഹൗ ഡിഡ് യു റീച്ച് ഇംഗ്ലീഷ് കഫേ? നമ്മൾ 2020 സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് അതിന് മുമ്പ് നമുക്കൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ഉണ്ടായിരുന്നു. അറിയാലോ, 2020 പറയുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലേരോ കോവിഡാ. അപ്പോൾ കോവിഡ് കാരണം നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന മൊമെൻറ്റാണ്. ബട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഒരു ചെറിയ പ്ലാൻ ഉണ്ട്. നമ്മളല്ല ഇത് മാർക്കറ്റിൽ ആദ്യമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്ത ആളുകൾ. വേറെയും ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമുക്കും ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് നമ്മുടെ കൺസൾട്ടൻസി സ്റ്റക്കായി നിൽക്കുക. കോവിഡ് ആയതുകൊണ്ട് ആരും സ്റ്റഡി അബ്രോഡ് ചൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ സ്റ്റഡി അബ്രോഡ് അതിൻ്റെ മുമ്പ് ചെയ്തിരുന്നു? യെസ്. അത് ചെയ്യാറുണ്ടോ? ഞാൻ അബ്രോഡാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓഫ് കോഴ്സ് ഇവിടുന്ന് അബ്രോഡ് പോകുന്ന ഒരു കുട്ടി തിരിച്ചു വരുമ്പോഴേക്കും അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കൺസൾട്ടൻ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവുമല്ലോ. അതൊരു നോർമൽ പ്രൊസീജിയറാണോ? ഓഫ് കോഴ്സ് അത് അന്ന് ഭയങ്കര കുറച്ചുകൂടെ റയർ ആയിരുന്നു. ഇപ്പം അത് ഭയങ്കര ആൾക്കാരൊക്കെ ഇഷ്ടം പോലെ ചെയ്യാൻ തുടങ്ങി. 2019 അത് ഭയങ്കര ലൈക്ക് ആളുകൾ അങ്ങനെ പോയി തുടങ്ങുന്നുള്ളായിരുന്നല്ലോ. അപ്പം അങ്ങനെ നമ്മളൊരു കൺസൾട്ടൻസി സ്റ്റാർട്ട് ചെയ്ത് കോവിഡ് ആയപ്പോൾ ആരും പുറത്തു പോകാതായി, സ്റ്റക്കായി. അവിടെ നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് IELTS പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ IELTS എന്ന് പറയുമ്പോൾ IELTS എക്സാമിനുള്ള കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നു. IELTS എന്തിനാണ്? ഇംഗ്ലീഷ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്ന എക്സാംസ്, നമ്മൾ അബ്രോഡ് കൺട്രീസിലേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പോകണമെങ്കിൽ IELTS ടെസ്റ്റ് ആണ്, IELTS ടെസ്റ്റ് ആണ്. അപ്പോൾ അത് നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ഹോം ടൗണിലായിരുന്നു. നമ്മുടെ നിലമ്പൂർ, വണ്ടൂർ, അവിടെയാണ് നമുക്ക് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പൊ നിലമ്പൂരിലെ ആൾക്കാർക്കാണോ നിങ്ങൾ കൊടുത്തത്? അവിടെയുള്ള ചുറ്റുപാടത്തിലെ ആൾക്കാർക്കാണ് നമ്മൾ വന്ന് ഓഫ്ലൈൻ കോഴ്സസ് നമ്മൾ കൊടുക്കുന്നുണ്ടായിരുന്നത്. അത് ആ ഒരു സാധനത്തിനെ നമ്മൾ നേരെ കോവിഡ് വന്ന് സ്റ്റക്കായപ്പോൾ നേരെ നമ്മൾ ഓൺലൈനിലോട്ട് ഷിഫ്റ്റ് ചെയ്തത്. അപ്പം നമ്മൾ IELTS മാത്രം ആക്കാതെ നമ്മൾ എന്താക്കി, സ്പോക്കൺ ഇംഗ്ലീഷ്, നോർമൽ സ്പോക്കൺ ഇംഗ്ലീഷും കൂടി ആഡ് ചെയ്യാന്നുള്ള കോൺസെപ്റ്റിൽ വന്നു. അങ്ങനെ അതിൽ വർക്ക്ഔട്ട് ചെയ്ത് നമ്മൾ 2020 ഏപ്രിൽ 29 നമ്മൾ ആദ്യത്തെ ബാച്ച്. ഈ ഏപ്രിൽ 29 എന്നൊക്കെ പറയുന്നത് കൊറോണയുടെ നമ്മുടെ ലോക്ക്ഡൌൺ ഒക്കെ പ്രഖ്യാപിച്ച് ചെറിയ ഇളവുകളൊക്കെ കിട്ടുമല്ലോ. അതായത് നമുക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ, സാധനങ്ങൾ വാങ്ങി അതേമാതിരി കയറണം എന്നൊക്കെ അല്ലേ ആ മൊമെന്റിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. പേപ്പറൊക്കെ കാണിച്ചു കൊടുക്കണം. നമുക്ക് അന്ന് ഫോണൊക്കെ നമ്മളെ മെയിൻ ഇതെന്ന് പറയുന്നത് മൊബൈൽ ഫോൺ, വാട്സാപ്പ് ഒക്കെ ആണല്ലോ. ഇതൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഷോപ്പുകളൊന്നും ഓപ്പൺ അല്ല. അപ്പൊ നമുക്ക് പരിചയത്തിലുള്ള ആളുകൾ വീട്ടിൽ പോയിട്ട്, അത് മൊബൈൽ ഷോപ്പിന്റെ ഉടമകൾ ഉണ്ടാവും, അവർ വീട്ടിൽ പോയി വിളിച്ച് അവർ വീട്ടിലൊന്ന് ഫോൺ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അവിടെ പോയൊക്കെ ഫോൺ വാങ്ങിയിട്ട് അങ്ങനെയൊക്കെ നമ്മളിത് ബിഗിനിങ് സ്റ്റേജ് അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏകദേശം 5 വർഷം ആവാനായി ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പം നിങ്ങൾ ഫസ്റ്റ് നമുക്ക് IELTS തുടങ്ങാം. IELTSന്റെ സ്റ്റുഡൻസിനെ നിങ്ങൾ എങ്ങനെ കണ്ടെത്തി? നമ്മൾ സ്റ്റഡി അബ്രോഡ് ആയതുകൊണ്ട് നമുക്ക് വരുന്ന സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, പുറത്ത് പോകാൻ താല്പര്യമുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും. അതന്നെയായിരുന്നു നമ്മുടെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്, IELTSന്റെ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. ആ പുറത്ത് പോകാനുള്ള സ്റ്റുഡൻസിനെ നമ്മളെ പുറത്ത് പോകുന്ന സ്റ്റുഡൻസിനെ അന്ന് നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ അന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇത്ര ലൈക്ക് വൈഡ് ആയിട്ട് ആരും ചെയ്യുന്നില്ലായിരുന്നു. അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് പറയാനുള്ളത്, യൂട്യൂബിൽ ആദ്യമായിട്ട് നമ്മൾ പ്രൊമോഷൻസ് കൊടുത്തു തുടങ്ങിയ ഒരു കമ്പനി ആയിരിക്കും ഇപ്പൊ അന്നത്തെ സ്റ്റഡി അബ്രോഡിൽ നമ്മളെന്ന് പറയുന്നത്. അന്ന് യൂട്യൂബേഴ്സിന് ആരും യൂസ് ചെയ്യാറില്ല. ഐ മീൻ 2018-19 യൂട്യൂബേഴ്സിന് പ്രൊമോഷന് വേണ്ടി കേരളത്തിലെ പല ബ്രാൻഡുകളും യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇനീഷ്യൽ ടൈമിൽ യൂട്യൂബ് ചെയ്തിട്ടുണ്ടായിരുന്നു, വ്ളോഗിങ് ഒക്കെ ചെറുതായിട്ട് ലൈക്ക് അവിടെ ആയിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ബേസിൽ എനിക്ക് ഒരുപാട് കണക്ഷൻ ഉണ്ടായിരുന്നു യൂട്യൂബേഴ്സിനായിട്ട്. അന്നത്തെ കിങ് ആയിട്ടിരിക്കുന്ന പല ആൾക്കാരായിട്ടും യൂട്യൂബിൽ ഭയങ്കര വ്ളോഗേഴ്സിന്റെ ഒക്കെ കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവർ ത്രൂ ആണ് നമ്മൾ അന്ന് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മെറ്റാഡ്സ് കാര്യങ്ങൾ ചെയ്തു. പക്ഷെ കൂടുതലും അന്ന്
യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് നമുക്ക് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് പറയുമ്പോൾ അവരെ കൊണ്ട് കണ്ടന്റ് ചെയ്യിപ്പിക്കും. അവർ ചെയ്യുന്ന കോണ്ടന്റിൽ ഇന്റഗ്രേറ്റ് ചെയ്യിപ്പിക്കും. അവർ ചെയ്യുന്ന ഇപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ അവർ ചെയ്യുന്ന എന്തെങ്കിലും ഒരു കോണ്ടന്റ് ഉള്ളിൽ ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ നമ്മുടെ കോണ്ടന്റും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ട് അവർ ചെയ്യുന്ന രീതിയിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്ക് കൊടുത്തിട്ട് അത് ത്രൂ നമുക്ക് ലീഡ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആ ലീഡ്സ് ഭയങ്കര പൊട്ടൻഷ്യൽ ലീഡ്സ് ആയിരിക്കും. കാരണം അന്ന് യൂട്യൂബേഴ്സിനൊക്കെ ഭയങ്കര ജെന്യൂൻ ഫേസ്, അവർ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ട്രസ്റ്റ് ഉള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വരുന്നതും ഭയങ്കര ജെന്യൂൻ ആയിട്ടുള്ള ക്ലയൻസ് ആയിരുന്നു വരുന്നിട്ടുണ്ടായിരുന്നത്. റൈറ്റ്. അപ്പോൾ അത് നിങ്ങളൊരു സ്പെസിഫിക് ആഡ് ആയിട്ട് അതിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യലാണോ അല്ലെങ്കിൽ അവരെ കണ്ടന്റ് സാധനത്തിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യണം? അവർ കോണ്ടന്റ് ത്രൂ തന്നെ പോകും. ഇപ്പോൾ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ അവർ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഇനി എനിക്ക് സ്റ്റഡി അബ്രോഡിലേക്ക് ഞാൻ അബ്രോഡ് പോയി പഠിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു കൺസൾട്ടൻസിനെ കണ്ടു, ലൈക്ക് അങ്ങനെ കണക്ട് ചെയ്ത് കൊണ്ടുവരാറ്. അതിപ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ചെയ്യാറുള്ളത്. ഒരിക്കലും കോണ്ടന്റ് ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുത്തിട്ട് ഇനി ഒരു പരസ്യം പറയാന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ചെയ്യാറില്ല. കോണ്ടന്റിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് കൊണ്ടുവന്ന രീതിയിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. മനസ്സിലായി. അപ്പോൾ ആ കോണ്ടന്റ് ക്രിയേറ്റർ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്ന് പറയും. അത് പറയും. നിങ്ങൾക്ക് ഈ കമ്പനിയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വാട്സ്ആപ്പ് ലിങ്ക് ആയിരിക്കും, വെരി ഈസി, ആക്സസ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. അപ്പൊ അതിൽ അവർ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നമ്മുടെ സെയിൽസ് പേഴ്സൺ ഉണ്ടായിരിക്കും, സംസാരിച്ച് കൺവേർട്ട് ചെയ്യും. ആ സമയത്ത് നിങ്ങൾ യൂസ് ചെയ്തിരുന്ന കൈൻഡ് ഓഫ് ഇൻഫ്ലുവൻസേഴ്സ് മേ ബി 2-3 നെയിംസ്? പൊതുവെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് വിദേശ രാജ്യങ്ങളിൽ പോയി ട്രിപ്പൊക്കെ ചെയ്യുന്ന വ്ളോഗ് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മളെ അന്നത്തെ ആ സ്ഥാപനം ഇനാഗ്രേറ്റ് ചെയ്ത സുജിത് ഭക്തൻ സാറായിരുന്നു ടെക് ട്രാവലേറ്റില്. അപ്പൊ അങ്ങനെയുള്ള കുറച്ചുകൂടെ പ്രീമിയം ക്ലയൻസ് ഒക്കെ ഉള്ള പൊതുവെ നമുക്ക് എല്ലാവർക്കും പുറത്തുള്ള വ്ളോഗ് കാണാൻ ഭയങ്കര താല്പര്യമായിരിക്കും. അവിടെ എങ്ങനെയാണ്, അവിടുത്തെ കൾച്ചർ എങ്ങനെയാണ്, അവിടുത്തെ ഫുഡ് എങ്ങനെയാണ്, അങ്ങനെയുള്ള ആൾക്ക് അവിടെ പോയി പഠിക്കാനും നല്ല താല്പര്യം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ആളുകളെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആളുകളെ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്തരം ഇൻഫ്ലുവൻസേഴ്സിന് അത്തരം യൂട്യൂബേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ നിങ്ങൾ പറയുന്നത് നമ്മൾ ഇൻഫ്ലുവൻസറെ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഐഡിയൽ ആയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ ട്രാവൽ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അതെങ്ങനെ, ആ പ്രോസസ്സ് എങ്ങനെയാണ്? ഹൗ ഡു യു ഫൈൻഡ് ദ റൈറ്റ് ഇൻഫ്ലുവൻസേഴ്സ്? ഞാൻ ഒന്നാമത് ഭയങ്കര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അത്യാവശ്യം ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ ഫുൾ ടൈം യൂട്യൂബ് കാണുന്ന ആളാണ്. അന്ന് മുതലേ ഈ ജിയോ ഒക്കെ വന്ന സമയമുണ്ടല്ലോ, നമുക്ക് ഫ്രീ ആയിട്ട് അന്നാണല്ലോ നമ്മൾ യൂട്യൂബും വ്ളോഗിങ് ഒക്കെ മലയാളികൾ കൂടുതലായിട്ട് ഈ ബിസിനസ്സുകളൊന്നുമില്ല. സത്യം. അന്ന് മുതലേ ഞാൻ യൂട്യൂബ് ഇഷ്ടം പോലെ കാണുമായിരുന്നു. യൂട്യൂബും അന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫ്ലുവൻസസ് വളരെ കുറവാണ്. ഇൻസ്റ്റാഗ്രാമിലേക്ക് ആളുകൾ എത്തിയില്ല. അന്ന് ടിക്ടോക്ക് ഉണ്ടായിരുന്നു. എനിക്കൊന്ന് റീൽസ് ഇല്ല. അന്ന് ടിക്ടോക്ക് ഉണ്ടായിരുന്നു. അപ്പം ഫേസ്ബുക്കിലും വലിയ വീഡിയോസുകളും കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയമായിരുന്നു തോന്നുന്നു. അപ്പോൾ യൂട്യൂബ് ഞാൻ സ്ഥിരമായിട്ട് കാണുമായിരുന്നു. അപ്പോൾ അതിൽ ഒരുപാട് നെറ്റ്വർക്ക് ഞാൻ അങ്ങനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അതിലുണ്ടായിരുന്നു, അന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ ഓഡിയൻസ് ഇപ്പോൾ ഇവർക്ക് നമുക്ക് ഓരോ യൂട്യൂബേഴ്സിൻ്റെയും കോമന്റ് സെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം അവരുടെ ഓഡിയൻസ് ആരാന്നുള്ളത്, ഏത് തരം ആൾക്കാരെ കൂടുതൽ നമുക്ക് കുറച്ചുകൂടെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. വെറും നമ്മൾ തമാശക്ക് പറയാറുണ്ട്, വെറും പുഷ്പവും കയ്യും ഇത് മാത്രം കൊടുത്തു പോകുന്ന ടീമുണ്ടാവും. ഡീറ്റെയിൽഡ് ആയിട്ട് ടെക്സ്റ്റ് ഒക്കെ എഴുതിയാണ്ട് ആ വീഡിയോനെ കുറിച്ച് അനലൈസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഒറ്റ സെന്റൻസിൽ ചെയ്തു പോകുന്ന ആളുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടാവും. അപ്പം ഒരു കോണ്ടന്റ് ക്രിയേറ്ററെ ഓഡിയൻസിനെ മനസ്സിലാക്കണമെന്നുണ്ട് അയാളെ കമന്റ് സെക്ഷൻ പോയി നോക്കിയാൽ മതി. ഈ ലൈക്ക് ഷെയർ അതിന്റെ അപ്പുറത്തേക്ക് കമന്റിൽ എത്ര ആൾക്കാർ എൻഗേജ് ചെയ്തിട്ടുണ്ട്, അവർക്ക് എത്രത്തോളം ആ കോണ്ടന്റ് ഇഷ്ടമായിട്ടുണ്ട്, അത്രയും നോക്കി ഇരുന്ന് കാണുന്ന ആളുകൾ മാത്രമേ അത് കമന്റ് ചെയ്യുള്ളൂ. കറക്റ്റ്. അപ്പൊ അപ്പൊ കമന്റ് സെക്ഷൻ ഭയങ്കര വലിയ ഫാക്ടർ. ഒരു ഇൻഫ്ലുവൻസറെ ചൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു വ്ളോഗറെ ചൂസ് ചെയ്യുന്ന സമയത്ത് മിക്കവാറും ഞാൻ കമന്റ് സെക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ അകത്ത് എനിക്ക് മനസ്സിലായത് നിങ്ങളൊരു ഗട്ട് ഫീലിംഗ് കൂടി ഉണ്ട്, ബിക്കോസ് യു വാച്ച് യൂട്യൂബ് അലോട്ട്. ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഒരു രാത്രി 12-1 മണി വരെ ഞാൻ ഇഷ്ടം പോലെ ക്രിയേറ്റേഴ്സിനെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഡെയിലി അവർ വ്ളോഗൊക്കെ ഇരുന്ന് ഇപ്പോഴും ഞാൻ കാണും, ഇൻക്ലൂഡിങ് എല്ലാം യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഡെയിലി വരുന്ന കോണ്ടന്റ് മിക്കവാറും ഞാൻ കാണാറുണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഫീൽഡ് ഇതല്ല, നമുക്ക് ഇതല്ലാത്ത പരിപാടി. അപ്പൊ അതിലേക്ക് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യണ്ടേ. കറക്റ്റ്. അപ്പൊ ബേസിക്കലി നിങ്ങളൊരു ഗട്ട് ഫീലിംഗും ട്രസ്റ്റബിലിറ്റി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ കമന്റ്സ് വെച്ച് കണ്ടുപിടിക്കും. ആ സെയിം സാധനം ഞാൻ വാട്സാപ്പ് ഇംഗ്ലീഷ് പഠിപ്പിക്കാന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വന്നപ്പോഴും ആദ്യമായിട്ട് ഞങ്ങൾ വ്ളോഗേഴ്സിനെ കൊണ്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഇവിടെയുള്ള ഒരു ഇംഗ്ലീഷ് ലേണിംഗ് പ്ലാറ്റ്ഫോംസും അങ്ങനെ ഒരു ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ പാർട്ട്നേഴ്സിനോട് പറഞ്ഞു, എനിക്ക് ഇത്രയും കണക്ഷൻ നമുക്ക് പേഴ്സണലി അറിയുന്ന കുറച്ച് യൂട്യൂബേഴ്സ് ഉണ്ട്. നമ്മൾ ആ കണക്ഷൻസ് എങ്ങനെ ബിൽഡ് ചെയ്ത്? അത് ഞാൻ യൂട്യൂബ് വ്ളോഗിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ അവർ അന്നത്തെ നമ്മുടെ സെറ്റോക്സിൽ ജമീൽക്ക എന്ന് പറഞ്ഞ ആള് ഇപ്പൊ നാട്ടിലുണ്ട്. അപ്പൊ അവരൊക്കെ നമുക്ക് കണക്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ത്രൂ ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം, എല്ലാവരും അന്ന് മെറ്റാഡ്സ് ആണ് ചെയ്തിട്ടുണ്ടായത്, നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഒന്ന് മാറ്റി പിടിച്ചു നോക്കിയാലോ എന്ന് പറഞ്ഞു. അന്ന് യൂട്യൂബിൽ ആരും ഇങ്ങനെ
പരക്കെ വീഡിയോസ് പ്രൊമോഷൻ എല്ലാവരും പെയ്ഡ് മാർക്കറ്റിംഗ് പെയ്ഡ് ആഡ്സ് ആണ് പെയ്ഡ് ആഡ്സ് ചെയ്തിട്ടുണ്ട്, അല്ലാതെ ഇന്റഗ്രേറ്റഡ് കോണ്ടന്റ്സ് അല്ലെങ്കിൽ പ്രൊമോഷൻസ് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പൊ നമുക്ക് അതൊന്ന് പിടിച്ചു നോക്കിയാലോ പാർട്ട്നേഴ്സ് എല്ലാത്തിനും ഓക്കെയാ, നമുക്ക് വേറെ ഇതൊന്നും അവർ ചെയ്യില്ല. അപ്പൊ അങ്ങനെ ചെയ്ത് നോക്കി. ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത് നുസിഹാജമൽ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ വെച്ചിട്ടാണ്. ഖത്തർ ബേസ്ഡ് ആയിരുന്നു. ഇപ്പൊ എനിക്കൊന്ന് യൂറോപ്പിലെവിടോ ഇപ്പൊ യൂറോപ്പിൽ എവിടെയാണ്. അന്ന് ഖത്തറിലായിരുന്നു, അന്ന് UK യിലായിരുന്നു അവര്. അത് പഠിച്ചുകൊണ്ടിരിക്കാൻ ന്യൂസിയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കായിരുന്നു. ആ സമയത്ത് നമ്മൾ ചെയ്യുന്നത്. അവരും അന്ന് ഇനീഷ്യലി തുടങ്ങിയിട്ടുള്ളൂ, യൂട്യൂബിലായി വരുന്നേ ഉള്ളായിരുന്നു. പക്ഷെ അവിടെ നിന്ന് നമ്മുടെ ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് എന്ന് പറയുന്നത് ആ ഒറ്റ പ്രൊമോഷൻ വീഡിയോയിൽ നമുക്ക് ഫസ്റ്റ് ബാച്ച് തന്നെ ഏകദേശം 170+ സ്റ്റുഡൻസ് നമുക്ക് കയറാൻ പറ്റി, ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റി. അവിടുന്ന് മനസ്സിലാണ് ഇതിന്റെ സ്കോപ്പ് എത്രത്തോളം ഉണ്ടെന്നില്ലേ. ജസ്റ്റ് ഒരു വ്ളോഗർ, അതും ന്യൂസിയത്ത് അന്ന് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഐ മീൻ അങ്ങനെ ആളുകളൊക്കെ റെക്കഗ്നൈസ് ചെയ്ത് വരുന്ന മൊമെന്റ്. അവിടുന്ന് നമുക്ക് അത്രയും ലീഡ്സ് വന്നു. എനിക്കത് 4000+ ലീഡ്സ് വന്നു ഒറ്റ യൂട്യൂബിൽ നിന്ന് ആ സമയത്ത്. അതിനകത്ത് 4000 ലക്ഷങ്ങൾ 170 കൺവേർട്ട് ചെയ്തുള്ളൂ. കാരണം നമ്മൾ തുടങ്ങിയല്ലോ ബിസിനസ്, നമുക്ക് ഇതിന്റെ പരിപാടികളൊന്നും അറിയില്ലല്ലോ, അങ്ങനെ ഒന്നുമില്ലോ ഒന്ന്. അപ്പൊ അവിടെ നമുക്ക് മനസ്സിലാവുന്നത് യൂട്യൂബിൽ ഇനിയും ഒരുപാട് സ്കോപ്പ് ഉണ്ട്. മെറ്റാഡ്സ് നമ്മൾ ചെയ്യാണ്ട് ജസ്റ്റ് തുടങ്ങിയപ്പോ തന്നെ ഇത് കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് യൂട്യൂബ് എനിക്കറിയാം, എന്റെ പരിചയത്തിൽ തന്നെ അന്ന് ഏകദേശം 10-60 വ്ളോഗേഴ്സ് ഉണ്ട്. ഓരോ വീക്കിൽ ഓരോരുത്തർ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 3 മാസത്തേക്ക് റൺ ചെയ്യാൻ ലീഡ്സ് കിട്ടാൻ പോകുന്നുണ്ട്. കാരണം അന്ന് നമ്മള് വെറും 20,000 25,000 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ 4,000 6,000+ ലീഡ്സ് ഒക്കെ നമുക്ക് വരുമായിരുന്നു അന്ന്. ഇപ്പത്തെ പോലെയല്ല. ഇപ്പൊ ഒരു 1 lakh 2 lakh സ്പെൻഡ് ചെയ്താൽ മാക്സിമം വരുന്നത് ബിലോ 100 ലീഡ്സ് ആവും. എന്തുകൊണ്ടാ അത് എനിക്ക് തോന്നുന്നു, യൂട്യൂബ് ഭയങ്കര സാച്ചുറേറ്റഡ് ആയിട്ടുണ്ട്. യൂട്യൂബേഴ്സിനോടുള്ള ഭയങ്കര ട്രസ്റ്റ് ഒക്കെ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു 2018 മുതൽ യൂട്യൂബിൽ കാണുന്നതുകൊണ്ട് തന്നെ. പിന്നെ ഷോർട്സിലേക്ക് മാറി പല ആളുകളും, വ്ളോഗിംഗ് എന്നൊക്കെ മാറി ഷോർട്സിലേക്ക് മാറിയപ്പോഴും അവിടെ ലിങ്ക് ക്ലിക്കിനുള്ള ചാൻസ് വളരെ കുറവല്ലേ. മേ ബി അതുകൊണ്ടാണ് ഇപ്പോഴൊക്കെ ഞാൻ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം. യൂട്യൂബേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ ഇപ്പൊ നമുക്ക് അധികം ലീഡ്സ് വരുന്നത്, പക്ഷെ വരുന്ന ലീഡ്സ് നല്ല പൊട്ടൻഷ്യൽ ലീഡ്സ് ആണ്. ബട്ട് നമ്പർ ഓഫ് ലീഡ്സ് ഇപ്പൊ വരുന്നില്ല കൂടുതലായിട്ടും. അപ്പൊ ഇവർക്ക് വ്യൂ കുറഞ്ഞിട്ടുണ്ടോ? യൂട്യൂബേഴ്സിന് കുറഞ്ഞിട്ടുണ്ട്. ലോങ് വീഡിയോസിന് കുറഞ്ഞിട്ടുണ്ട്. ഷോർട്ട് വീഡിയോസിന് വീഡിയോസ് അക്കൗണ്ട് കൂടിയിട്ടുണ്ടാവും, വ്യൂ അക്കൗണ്ട് കൂടിയിട്ടുണ്ടാവും. നൈസ്. അപ്പൊ നിങ്ങള് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത്, മീൻസ് ഞാൻ അങ്ങനെ ഇത് കാണല്ല, ഞാൻ കൂടുതലും പോഡ്കാസ്റ്റുകളാണ് കാണുന്നത്. പോഡ്കാസ്റ്റിൽ ഇത് ചെയ്ത് നോക്കിയിരുന്നോ? നമ്മൾ ഇംഗ്ലീഷ് കഫേ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ടീമിന് എല്ലാവരും ഒരുമിച്ച് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു ഫാക്ടറാണ്. നമ്മളെല്ലാവരും ഉണ്ടാകുമ്പോഴേ ആ ഒരു ജെല്ലായിക്കാണ്ട് ആ പരിപാടി കുറച്ച് ഫണ്ണായിട്ടും ഇൻഫോർമേറ്റീവ് ആയിട്ടും പോവാറുള്ളൂ. അപ്പൊ നമ്മൾ 1-2 എപ്പിസോഡുകളൊക്കെ നമ്മൾ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അല്ല, അത് നിങ്ങളതല്ലേ? നിങ്ങൾ വേറെ പോഡ്കാസ്റ്റുകളിൽ പ്ലേസ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ? പോഡ്കാസ്റ്റുകളിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നിട്ട് ഒരു കാർത്തിക് കൃഷ്ണയുടെ ഒരു പോഡ്കാസ്റ്റ് ഉണ്ടായിരുന്നു, ആ സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കാർത്തിക് സൂര്യയുടെ ഇന്റർലെക്സ് പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു സീരീസ്, അതിലൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ റിസൾട്ട് വന്നിട്ടില്ലേ? റിസൾട്ട് ഉണ്ടായിരുന്നു. നമ്മൾ എല്ലാത്തരം ഓഡിയൻസിലേക്കും പോയിട്ടുണ്ട്. ലൈക്ക് ഇപ്പൊ നമ്മുടെ വെഹിക്കിൾസ് റിലേറ്റഡ് മോട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ ചെയ്തിട്ടുണ്ട്. ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ചെയ്തിട്ടുണ്ട്. ഫൺ വീഡിയോസ് ചെയ്യുന്ന കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ചെയ്തിട്ടുണ്ട്. ഫാമിലി വ്ളോഗേഴ്സിന് ചെയ്തിട്ടുണ്ട്. ഡിഫറെന്റ് കാറ്റഗറീസ് ഉണ്ടല്ലോ, അവരെ വെച്ചൊക്കെ നമ്മൾ എല്ലാത്തിലും എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും ഈവൻ നമ്മൾ മുഖം കാണിക്കാതെ ചെയ്യുന്ന ഇൻഫ്ലുവൻസേഴ്സ് വരുന്നുണ്ട്. സ്ട്രെല്ല് പോലെയൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്, അവരെ വെച്ചേ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാത്തിലും നമ്മൾ എക്സ്പെരിമെന്റ്. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് ഇപ്പൊ ഏറ്റവും ഫങ്ഷനിങ് ആയിട്ടുള്ളൊരു ഏരിയ? ഫാമിലി വ്ളോഗേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടാറുണ്ട്. ഫാമിലി വ്ളോഗേഴ്സ് കാരണം അവർ കുറച്ചും കൂടി ഓതന്റിക് ആണ്. അവർ അവരുടെ ലൈഫിൽ ഇങ്ങനെ പറഞ്ഞിട്ട് പോവല്ലേ. പിന്നെ പൊതുവെ നമുക്ക് എല്ലാവർക്കും മറ്റുള്ള ലൈഫിൽ ഇങ്ങനെ നോക്കി കാണാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ ഈ ഡയമണ്ട് ഡേ ഇൻ മൈ ലൈഫ് പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കാണും. അതിന്റെ കൂടുതൽ പരസ്യം കാണുമ്പോൾ അത് പരസ്യാന്ന് പോലും അറിയാതെ നമ്മൾ ഇരുന്ന് കാണും. വലിയ കാര്യം ചോദിച്ചാൽ വലിയ കാര്യം കിട്ടൂല, പക്ഷെ സിനിമ കാണുന്ന പോലെ. അപ്പൊ അവര് അത്യാവശ്യം നല്ല ഓഡിയൻസ് ഉണ്ട് അവർക്ക്, ഈ ഫാമിലി വ്ളോഗേഴ്സിന്. പിന്നെ യൂട്യൂബിൽ ഡെയിലി ഓരോ പുതിയ നല്ല നല്ല ക്രിയേറ്റേഴ്സ് വരുന്നുണ്ടല്ലോ. അപ്പൊ അവരൊക്കെ ഞാൻ പിച്ച് ചെയ്യാറുണ്ട്, ഇങ്ങനെ നോക്കി വെക്കാറുണ്ട്. പുതിയ വന്ന ആൾക്കാരൊക്കെ മൊബൈൽ അപ്പൊ സ്ക്രീൻഷോട്ട് എടുത്തേക്കും, ഫീൽഡിൽ വരും. എന്നിട്ട് പിന്നെ ഞാൻ കോൺടാക്ട് എന്നിട്ട് അതിനൊരു റെപ്പോസിറ്ററി ഉണ്ടാക്കിയത് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ട്. അപ്പൊ യൂട്യൂബ് ആണ് നിങ്ങളെ മെയിൻ സോഴ്സ് അന്ന്. ഇപ്പോഴും നമ്മൾ ഉണ്ട്, ഇല്ലാന്നല്ല, ബട്ട് തുടക്കം മുതലേ നമ്മൾ യൂട്യൂബ് പ്ലാറ്റ്ഫോം ആരും ഉപയോഗിക്കാത്ത സമയത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇനീഷ്യൽ. അതായത് ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്. പുതിയൊരു സാധനം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കുക അല്ലേ. നമ്മൾ അത് വെച്ചതിന് ശേഷം പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരെ യൂസ് ചെയ്തിട്ടുണ്ട്. ബട്ട് അന്ന് കിട്ടിയ റിസൾട്ടിന്റെ ആ ഒരു സാധനമാണ് നമുക്ക് ഇപ്പോഴും യൂട്യൂബേഴ്സിനെ നമ്മൾ യൂസ് ചെയ്യാനുള്ള കാരണം പറയുന്നത്. മനസ്സിലായി. അപ്പൊ ആദ്യത്തിൽ നിങ്ങൾ യൂട്യൂബ് വെച്ച് നിങ്ങൾ കുറെ ആൾക്കാർ വന്നു, 5,000 4,000 ലീഡ്സ് വന്നു കഴിഞ്ഞാൽ 170 ആൾക്കാരെ കൺവേർട്ട് ചെയ്തു. And then how did the journey from there on go? പിന്നെ കുറച്ച് ഞാൻ അതിന് മുമ്പ് 4 co-founders, 4 പേരുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്യല്? ഞങ്ങള് ആക്ച്വലി
ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാ, ചെറുപ്പത്തിൽ ഒരുമിച്ചുള്ള ആളുകളാണ്. ആ. നമ്മൾ 3 പേര് ചെറുപ്പം മുതൽ ഒരുമിച്ചുള്ള ആളാണ്. ഒരാൾ +2 കഴിഞ്ഞ് നമ്മളെ കൂടെ ജോയിൻ ചെയ്ത ഒരാളാണ്. ആ. അപ്പൊ നമ്മള് ബിസിനസ്സിന് വേണ്ടി പാർട്ട്നേഴ്സ് ആയ ആൾക്കാരല്ല, ആ. അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയ ആൾക്കാരല്ല. നമ്മൾ ഫ്രണ്ട്സ് കൂടി ഇരുന്നപ്പോൾ ഉണ്ടായ ബിസിനസ് ആണ് ആക്ച്വലി. നമ്മൾ എല്ലാ കാര്യവും ഡിസ്കസ് ചെയ്യാറുണ്ട്, A to Z കാര്യങ്ങൾ. ഇപ്പൊ ഇന്നലെ മോർണിംഗ് തുടങ്ങിയ മീറ്റിംഗ് ഇന്നലെ രാത്രിയാണ് നമ്മൾ തീരുന്നത്. ഓക്കെ. അപ്പൊ 4 പേര് ഒരുമിച്ചുണ്ടാകുമ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ മീറ്റിംഗിലാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യാറുള്ളത്. അപ്പൊ അങ്ങനെ ഇരിക്കാറുണ്ട്. എബ്രോഡ് കൺസൾട്ടൻസിയിലും ഇവരൊക്കെ ഉണ്ട്. ഒരാളുണ്ടായിരുന്നു, എന്റെ കൂടെയുള്ള ഒരാളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി ജോയിൻ ചെയ്യിപ്പിച്ചു. നമ്മൾ ഇംഗ്ലീഷ് ആ രണ്ടുപേരും കൂടി വരുന്നത് എങ്ങനെയാണ്? ഹൗ ഡിഡ് ദാറ്റ് ഹാപ്പൻ? നമ്മള് ലൈക്ക് അവിടെ സ്റ്റക്ക് ആയിക്കുന്ന മൊമെന്റിൽ നമുക്ക് ഇങ്ങനെ കോൺസെപ്റ്റ് ഉണ്ടായപ്പോൾ നമ്മൾ പരസ്പരം ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു. കാരണം ഓരോരുത്തർക്കും ഓരോ ഫീൽഡാണ്. ഒരാൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് വരുന്നത്, ഒരാൾ അക്കൗണ്ട്സിലാണ് വരുന്നത്, ഞാൻ മാനേജ്മെന്റ് സൈഡിലേക്കാണ് വരുന്നത്, മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഓണ്ടർപ്രണർഷിപ്പ് കണക്ക് വരുന്നത്. അപ്പൊ നമുക്ക് പല ഐഡിയാസ് കിട്ടും. ഒറ്റൊന്നും മാത്രം ഫോക്കസ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. കറക്റ്റ്. ഞങ്ങളിപ്പോ ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെ തന്നെ. ഇപ്പൊ ഞാൻ സെയിൽസും മാർക്കറ്റിംഗും മീഡിയ ആണ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരാൾ അക്കാഡമിക്സ് മാത്രം ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കണം, ഒരാൾ ഫൈനാൻസും മറ്റു കാര്യങ്ങളാണ്, ഒരാൾ സ്റ്റാഫിന്റെ വെൽഫെയർ, ഓഫീസിന്റെ റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ഫ്രീഡം കിട്ടും. നമ്മുടെ കാര്യങ്ങൾ പിന്നെ വേറെ ആരും ഇടപെടാൻ പോകുന്നില്ല. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പോവാം. മന്തിന്റെ ഒരു റിവ്യൂ മീറ്റിംഗ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നമ്മളെ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക. അതിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരും, നമ്മൾ അതിന് ആൻസർ കൊടുക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ. പക്ഷെ നിങ്ങൾക്ക് ആദ്യത്തിൽ 2 കോഫൗണ്ടേഴ്സ് ആയിട്ടുണ്ട്, പിന്നെ 2 പേരും കൂടി ആഡ് ചെയ്യണം നിങ്ങൾക്ക് തോന്നിയതാണോ, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആയി പോയതാണോ? ഹൗ വാസ് ദാറ്റ്? ഓട്ടോമാറ്റിക്കലി ആയി പോയതെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ഐഡിയ ഉണ്ടായിരുന്നു ഒരു മിനിമം 4 പേരെങ്കിലും വേണം. കാരണം അന്ന് നമുക്ക് ഇതിന്റെ സ്കോപ്പ് ഒന്നും അറിയില്ല. ബട്ട് സ്റ്റിൽ വർക്ക് നമുക്ക് കുറച്ചുകൂടി ഡിവൈഡ് ചെയ്ത് തന്നെ ഇനീഷ്യലി തുടങ്ങണം. എല്ലാം ഒരാൾ തന്നെ തുടങ്ങാതെ. കാരണം ഇനീഷ്യലി ഞാനായിരുന്നു കൗൺസിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്, എന്റെ ഫ്രണ്ട് ആയിരുന്നു ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാവരും കൂടി നമ്മുടെ 2 ഫ്രണ്ട്സും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ സിലബസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എല്ലാം നമ്മൾ തന്നെ ആയിരുന്നു. അപ്പം 2 ആൾക്ക് മാത്രം തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് റിസ്ക് ഉണ്ടല്ലോ. അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഈ ഫ്രണ്ട്സിലൊക്കെ ഐഡിയാസ് ഉണ്ട്, ലൈക്ക് ഇവർക്കൊക്കെ ഐഡിയാസ് ഉണ്ടായിരുന്നു. നമുക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം, അങ്ങനെ ചെയ്ത് നോക്കാം എന്നുള്ള ഐഡിയാസ് ഉണ്ടായിരുന്നു. ഈ ഐഡിയാസ് ഒക്കെ കൂടിയിട്ടാണ് ഇംഗ്ലീഷ് കഫേ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ അത് ഭയങ്കര ലൈക്ക് ഒരാൾ തുടങ്ങുന്നതിനേക്കാൾ ഈ 4 പേര് ഷെയർ ചെയ്യാനുണ്ടല്ലോ. അത് പ്രോഫിറ്റ് ആണെങ്കിലും ഉണ്ട്, ലാബിലിറ്റി ആണെങ്കിലും ഉണ്ട്, ഐഡിയാസ് ആണെന്നുണ്ടെങ്കിലും ഉണ്ട്, ചാലഞ്ചസ് ആണെങ്കിലും ഒക്കെ ഷെയർ ചെയ്തിട്ടാണ് പോകുന്നത്. അത് ഭയങ്കര ബെനിഫിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. മനസ്സിലായി. അപ്പൊ നിങ്ങൾ ആദ്യത്തിൽ യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ പൊക്കി എല്ലാവരുടെ അടുത്ത്, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്റ്റേജസ് എങ്ങനെയായിരുന്നു? ഒരു 2 ഇയർ വരെ നമ്മൾ കംപ്ലീറ്റ്ലി യൂട്യൂബേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ 2022 വരെ. പിന്നെ നമ്മുടെ പാരലായിട്ട് നമ്മുടെ ഒരു സ്വന്തം ഒരു പ്ലാറ്റ്ഫോം നമ്മൾ ബിൽഡ് ചെയ്യാൻ നോക്കി. ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ടിക്ടോക്കിലാണെങ്കിലും അന്ന് മോജ് ഉണ്ടായിരുന്നു, ജോഷ് ആപ്പ് ഉണ്ടായിരുന്നു, ഇത്രയും പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിലൊക്കെ നമ്മൾ നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം ബിൽഡ് ചെയ്യാൻ ട്രൈ ചെയ്തു. നിങ്ങളൊരു പേജ്, ഞങ്ങളെ പേജ് ബേസിക്കലി അതുവരെ നിങ്ങൾക്ക് പേജ് സ്വന്തമായിട്ട്. പക്ഷെ കോണ്ടന്റ് ഡേ 1 മുതൽ നമുക്ക് കോണ്ടന്റ്സ് ഇതൊക്കെ, പക്ഷെ ഡെയിലി നമ്മളൊന്നും ചെയ്യാറില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു എന്താ വെച്ചാൽ ഇപ്പൊ നമ്മുടെ വീട്ടിലെ ഉമ്മമാരും അല്ലെങ്കിൽ പാരന്റ്സ് ഒക്കെ സീരിയൽ കാണാറുണ്ടല്ലോ. അതെ. അവർ ഈ സീരിയലിന് അഡിക്റ്റ് ആവാൻ കാരണം എന്താ വെച്ചാൽ ഇന്ന് കാണിച്ചതിന്റെ എപ്പിസോഡ് നാളെ അവർക്ക് കിട്ടുന്ന ഉറപ്പാ. കറക്റ്റ്. മനസ്സിലായോ? അങ്ങനെ രീതിയിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിന് മാറ്റണം. ഇന്നൊരു വീഡിയോ കാണിച്ചാൽ നാളെ അതിന്റെ ബാക്കി കാണിച്ച് ഇവരെ ലൈക്ക് അവര് നമ്മളെ പേജിനായിട്ട് ഭയങ്കര കണക്റ്റഡ് ആക്കണം എന്നുണ്ടായിരുന്നു. ഇപ്പൊ ഡേ 1 മുതൽ നമ്മൾ ഇങ്ങനെയുള്ള കോണ്ടന്റ് കൊടുക്കാൻ തുടങ്ങി. ഇന്നത്തിന്റെ ബാക്കി നാളെ ഇടും, നാളത്തിന്റെ ബാക്കി മറ്റന്നാളിടും. അങ്ങനെ ഒരു ഓഡിയൻസ് നമുക്ക് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ ഡേ 1 മുതൽ നമ്മൾ ഏകദേശം അന്ന് നമ്മൾ ക്യാമറ ഒക്കെ റെന്റ്, നമ്മുടെ ഫ്രണ്ട് തന്നെ ക്യാമറമാനാ, ക്യാമറ റെന്റ് എടുത്ത് നമ്മള് 1-2 ഇംഗ്ലീഷ് ലാംഗ്വേജ് അറിയുന്ന കുട്ടികളൊക്കെ വിളിച്ചിട്ട് പേയ്മെന്റിനൊക്കെ വിളിച്ച് അങ്ങനെ വീഡിയോസ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു. ഒരു പോയിന്റ് എത്തിയപ്പം ഈ ക്യാമറയിലേക്ക് നോക്കി പറയുന്ന കോൺസെപ്റ്റ് ഉണ്ടല്ലോ, ഈ ടോക്കിംഗ് ഹെഡ് പരിപാടികൾ, അത് നമുക്ക് തന്നെ ചടച്ചു തുടങ്ങി. ലൈക്ക് ഭയങ്കര ഒരു ഒട്ടും പുതുമല്ലാത്ത പരിപാടിയായിട്ട് ഫീൽ ചെയ്ത്. അങ്ങനെയാണ് നമ്മൾക്ക് എങ്ങനെ ഒരു എന്താ പറയാ ഒരു കുറച്ചും കൂടി ഒരു ഫണ്ണായിട്ട് ഇൻഫർടൈൻമെന്റ് ആയിട്ട് നമുക്ക് എങ്ങനെ ഇത് കൊടുക്കാൻ തോന്നിയത്. ഇപ്പോൾ ഒരു സ്ക്രിപ്റ്റ് ഒക്കെ പരിപാടിയൊക്കെ പിടിച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു വേർഡ് ഇഞ്ചക്ട് ചെയ്ത് കയറ്റും. നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നതിന്റെ രീതിയിൽ ഒരു പുതിയ വേർഡ് ഇഞ്ചക്ട് ചെയ്ത് അപ്പൊ ആ ഒരു പരിപാടി പിടിച്ചു നോക്കി അത് അത്യാവശ്യം നന്നായിട്ട് റീച്ചായി. ആളുകൾക്ക് അതൊരു പുതുമയുള്ള പരിപാടിയായിരുന്നു. ലാംഗ്വേജ് പഠിക്കുന്ന കോൺസെപ്റ്റില് നിങ്ങൾ തന്നെ കണ്ടുണ്ടാക്കി, നിങ്ങൾ തന്നെ അതിനകത്ത് ഇൻസേർട്ട് ചെയ്തു. യെസ് നമ്മൾ തന്നെ എന്തെങ്കിലും ഫണ്ണായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഒരു പുതിയ വേർഡ് പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി, പിന്നെ ഓഡിയൻസിന് അതൊരു പഠിപ്പിക്കുന്ന രീതിയായിട്ട് ഫീൽ ചെയ്യില്ലാണ്ടും ഒരു ചെറിയൊരു ഫൺ സ്ക്രിപ്റ്റ് ഒക്കെ ആയിട്ട് പരിപാടി പിടിച്ച് അത് ഭയങ്കര റീച്ചായി. അത് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ പേജിനെ ഗ്രോ ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും ഫേസ്ബുക്കിലാണെങ്കിലും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു നമ്മളെ. അവിടുന്ന് നമുക്ക് ഓർഗാനിക് ആയിട്ട് ഒരുപാട് ലീഡ്സ് വന്നു. ആ ലീഡ്സിന് അത്ര പൊട്ടൻഷ്യൽ ലീഡ്സ് എത്ര രൂപ കൊടുത്ത് നമ്മൾ ഉണ്ടാക്കിയാലും എനിക്ക് കിട്ടും തോന്നുന്നില്ല. ടു ബി ഓണസ്റ്റ്, നമുക്ക് അത്ര ഇപ്പോഴും ഞങ്ങളൊരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മളിപ്പോഴും കാണുന്നത് നമ്മുടെ കോണ്ടന്റ് മാർക്കറ്റിംഗ് ത്രൂ നമ്മുടെ പേജിൽ നിന്ന് വരുന്ന ഓർഗാനിക് ലീഡ്സ് ആണ്.
അതാണ് ഏറ്റവും ഐഡിയൽ ലീഡ്സ്. എക്സാക്ട്ലി. അവർക്ക് ഓൾറെഡി നമ്മളെ കമ്പനിയെ കുറിച്ചും നമ്മുടെ കോഴ്സിനെ കുറിച്ചൊക്കെ ഒരു 80% അറിയുന്ന ആൾക്കാരാണ്. കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. വിളിക്കാൻ വേണ്ടി ചൂസ് ചെയ്താണ്ട് പോരുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. കാരണം നമ്മളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്ന ആളുകളാണ്. വർഷങ്ങളായിട്ട് നമ്മൾ കൂടുതൽ ആളുകളല്ലേ പറയുന്ന ആളുകൾ. അങ്ങനെ അതായത് അവരെ വാമപ്പ് ചെയ്ത് കൊണ്ടുവരും. യെസ്, അവിടെ നമ്മളെ കസ്റ്റമേഴ്സിനാക്കി മാറ്റിയാണ് നമ്മൾ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി. അപ്പം നിങ്ങൾ 2022 വരെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത് യൂട്യൂബ് ഇൻഫ്ലുവൻസ് നിങ്ങൾ സ്വന്തം പേജ് അത്ര കോൺസെൻട്രേറ്റഡ് അല്ലേ? അല്ല, 2021 നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. 2020 വരെ യൂട്യൂബും ഇതും ഉണ്ട്, പാരലായിട്ട് നമ്മൾ കൊണ്ടുവന്നത്. അങ്ങനെ 2022 ശേഷമാണ് നമ്മൾ മെറ്റ ആഡ്സിലേക്ക് കിടക്കുന്നത്. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ആഡ്സിലേക്കും ഗൂഗിൾ ആഡ്സിലേക്കും ഒക്കെ നമ്മൾ കിടക്കുന്നത്. ഓക്കെ. അപ്പൊ ഇതേ കണ്ടന്റ് വെച്ചിട്ടാണോ നിങ്ങൾ ആഡ്സ് ചെയ്യുന്നത്? അല്ല, നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ്സും ചെയ്തിട്ടുണ്ട് ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ. 2020 മുതൽ തന്നെ ആ മെറ്റീരിയൽസ് ഒക്കെയാണ് നമ്മൾ പിന്നെ ഇവിടെ ബൂസ്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് നമ്മളെ കോൺസെപ്റ്റിനെ കുറിച്ച് സംസാരിപ്പിക്കും. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും ഒരുപാട് സെലിബ്രിറ്റീസും നമ്മുടെ സ്റ്റുഡൻസ് ആയിരുന്നു. ഓട്ടോമാറ്റിക്കലി അവർ എൻക്വയറി നടത്തിയാണ്ട് നമുക്ക് സ്റ്റുഡൻസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് നമ്മുടെ കമ്പനിയെ കുറിച്ച് സംസാരിക്കാൻ താല്പര്യമുണ്ടോ, പെയ്ഡ് ആയിട്ടല്ലോ അങ്ങനെ, അപ്പോൾ സംസാരിക്കാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. അങ്ങനെ നമുക്ക് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും സെലിബ്രിറ്റീസും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ വെച്ചിട്ട് നമ്മളൊരു വീഡിയോ ബൈറ്റ് എടുക്കും നമ്മുടെ കമ്പനിയെ കുറിച്ച്, കോഴ്സിനെ കുറിച്ച്. ആ ബൈറ്റ് എടുത്തിട്ട് നമ്മൾ അവരുടെ പേജിൽ ഓൾറെഡി പോസ്റ്റ് ചെയ്യും. അന്ന് കൊളാബ് ഒന്നുമില്ല, പേജിൽ പോസ്റ്റ് ചെയ്യും. ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പറും കാര്യങ്ങളും കൊടുത്ത് ലീഡ്സ് അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യും. പിന്നെ ആ സെയിം മെറ്റീരിയൽ എടുത്തിട്ട് നമ്മൾ മെറ്റ ആഡ്സിൽ ക്യാമ്പയിന് വേണ്ടിയിട്ട് ക്രിയേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യും. നിങ്ങളെ പേജിനുള്ള ഞങ്ങളെ പേജുകളിൽ ഫ്രണ്ട് എൻഡിലില്ല, ബാക്ക് എൻഡിൽ മാത്രം റൺ ചെയ്യും. അപ്പൊ അത് കാണുമ്പോൾ ഓഫ് കോഴ്സ് ഒരു ഇൻഫ്ലുവൻസർ പറയുമ്പോൾ, ഒരു സെലിബ്രിറ്റി പറയുന്ന സമയത്ത് അതിലൊരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാറുണ്ട്. ഓഫ് കോഴ്സ് അതിലൊരു ലീഡ്സ് ജനറേറ്റ് ചെയ്യാറ്. ഓക്കെ, ഇനീഷ്യലി ആ കോണ്ടന്റുകളാണ് യൂസ് ചെയ്തിരുന്നത്. നമ്മുടെ കോണ്ടന്റുകൾ ഇനീഷ്യലി യൂസ് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മുടെ കോണ്ടന്റുകൾ ഓർഗാനിക് പർപ്പസിന് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു. പ്രൊമോഷണൽ ബൂസ്റ്റ് പർപ്പസ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോഴും യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം എല്ലാവരും പറയുന്ന പോലെ തന്നെ അതിലുള്ള കുറെ ഫേസുകൾ ഫെമിലിയർ ആയി വന്നല്ലോ നമ്മുടെ ക്രിയേറ്റേഴ്സ് ഒക്കെ. ആ ഫേസുകൾ വെച്ചിട്ട് നമ്മളിപ്പോ ക്യാമ്പയിൻ. അല്ല, അതേ കണ്ടന്റ് എടുത്തിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യോ, അല്ലെങ്കിൽ നിങ്ങൾ വേറെ പ്രൊമോഷണൽ കണ്ടന്റ് സെപ്പറേറ്റ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ക്രിയേറ്റ്? ഓക്കെ. അപ്പൊ ഈ വിനീത് ശ്രീനിവാസൻ എടുക്കുന്നത് എപ്പോഴാണ് ബ്രാൻഡ് അംബാസഡർ ആയിട്ട്? 2021 നമ്മൾ എടുക്കുന്നത്. 2021 ഏകദേശം പകുതി ആയിരിക്കുന്ന സമയത്ത് നമ്മൾ വിനീതേട്ടനായിട്ട് നമ്മൾ അസോസിയേഷൻ വരുന്നത്. അത് എടുത്തപ്പോ എന്ത് സംഭവിച്ചു? വിനീതേട്ടൻ വന്നപ്പോ നമ്മുടെ ബ്രാൻഡ് ഒന്നുകൂടെ അപ്പ് ചെയ്തു. അതിന്റെ അപ്പുറത്തേക്ക് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു. കാരണം വിനീതേട്ടൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഫേസാണ്. പിന്നെ അന്ന് വിനീതേട്ടൻ അധികം ആഡ്സ് ഒന്നും എടുത്തിട്ടില്ല, അധികം പരസ്യങ്ങളൊന്നും മുഖം കാണാത്ത വ്യക്തിയായിരുന്നു വിനീതേട്ടൻ എന്ന് പറയുന്നത്. അപ്പൊ അവരെ വെച്ച് വിനീതേട്ടന്റെ പർപ്പസിലുള്ള വിനീതേട്ടന്റെ ക്യാരക്ടർ വെച്ചിട്ട് തന്നെ ഒരു ആഡൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ആ സമയത്ത് ബ്രാൻഡിന്റെ വാല്യൂ ആൻഡ് ബ്രാൻഡിന്റെ ട്രസ്റ്റ് അത് നന്നായിട്ട് അപ്പ് ചെയ്തു. നമുക്കൊരു ഫേസ് കൊണ്ടുവന്നത് ആക്ച്വലി വിനീതേട്ടൻ വന്നതിന് ശേഷം. ഓക്കെ, നമ്മളെ ഇംഗ്ലീഷ് കഫേനെ വിനീതേട്ടന്റെ പരസ്യം കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വിനീതേട്ടന്റെ ഇത് കണ്ടിട്ടുണ്ട് എന്ന രീതിയിലേക്കൊക്കെ നമ്മളെ ബ്രാൻഡിന് അറിയപ്പെടാന്ന് പറയും. അത് നന്നായിട്ട് നമ്മുടെ സെയിൽസിലടക്കം നന്നായിട്ട് നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അത് ബേസിക്കലി വിനീതിന്റെ ട്രസ്റ്റ് നിങ്ങൾ ഇങ്ങോട്ട് എടുത്തു, കടയെടുത്തു. ഓഫ് കോഴ്സ് അതാണ് സംഭവിക്കുക, സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? അപ്പൊ അത് കടയെടുത്തു, നിങ്ങൾ അത് വെച്ച് ഫോർ എക്സാമ്പിൾ അതിന്റെ ഒരു ROI നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു റഫ് ഫിഗർ ഉണ്ടോ? ROI നോക്കുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമ്മൾ ആ സമയത്തൊക്കെ ബ്രാൻഡിങ്ങിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കൺവേർഷനിലേക്ക്, അതിന്റെ അപ്പുറത്തേക്ക്, സെയിൽസിന്റെ അപ്പുറത്തേക്ക് ബ്രാൻഡിനെ നമുക്കൊരു 3 years കൊണ്ട് നമുക്ക് ആളുകൾ അറിയുന്ന ഒരു ബ്രാൻഡായിട്ട് ബിൽഡ് ചെയ്യണം എൻ്റെ ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. നമ്മളിപ്പം ഏതൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്ന സമയത്തും അന്നൊക്കെ നമ്മളൊരു 30-70 റേഷ്യോയിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. 70 ഒക്കെ നമ്മൾ ബ്രാൻഡിൽ റീഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 70% ഓഫ് എക്സ്പെൻസ്, 30% എക്സ്പെൻസ് മാത്രം നമ്മൾ സെയിൽസിന് വേണ്ടിയുള്ള കൺവേർഷനിലേക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ളതാണ്. നമ്പേഴ്സിൽ പറഞ്ഞു എക്സാക്ട്ലി നമ്പേഴ്സ്. ഇപ്പൊ നമ്മളൊരു 1 lakh സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു മന്ത്ലി ഒരു 1 lakh ആണ് നമ്മുടെ മാർക്കറ്റിംഗ് പർപ്പസും സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇനീഷ്യൽ സ്റ്റേജിൽ 70,000 ബ്രാൻഡിങ് പർപ്പസിലേക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ സെലിബ്രിറ്റീസിന് എൻഡോഴ്സ്മെന്റിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് 2 കാര്യം നടക്കുന്നുണ്ട് അവിടെ. നമുക്ക് ലീഡ്സും കിട്ടുന്നുണ്ട്, പ്ലസ് നമ്മുടെ ബ്രാൻഡും എല്ലായിടത്തും അറിയുന്നുണ്ട്. ഇപ്പൊ ആ കോൺസെപ്റ്റിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. 2022 ലാസ്റ്റ് ഒക്കെ ആയപ്പോഴാണ് നമ്മൾ അതിന് നേരെ കുറച്ചുകൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നത്. 30 ബ്രാൻഡിങ്ങിലേക്കും 70 ബിസിനസ് കൺവേർഷനിലേക്ക്, അത് മെറ്റ ആഡ്സിലേക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അല്ല, അപ്പൊ 1 ലക്ഷത്തില് ഇപ്പൊ നിങ്ങൾ 70,000 ബ്രാൻഡിങ്, അതിന് നിങ്ങൾ ഒരു റിട്ടേണും കാണുന്നില്ല. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അറിയാലോ, ബ്രാൻഡുകൾ ഇന്ന് എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ അത് നമ്മുടെ ബ്രാൻഡിനെ പൊസിഷൻ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്തിട്ടുണ്ടാണ് ആ ഒരു എമൗണ്ട്, അല്ലെങ്കിൽ ആ ഒരു പെർസെന്റേജ് എന്ന് പറയുന്നത്. 30% നിങ്ങൾക്ക് ഒരു എക്സ്പെക്റ്റഡ് ROI എന്തേലും നമുക്ക് ഇത് വെച്ചിട്ട് ഇത്ര സെയിൽ ഉണ്ടാക്കാം
നമുക്ക് 30,000 റുപ്യക്ക് നിങ്ങൾക്ക് എത്ര സെയിൽ വേണമായിരുന്നു? ആ സമയത്ത് നിങ്ങൾ എന്താ ടാർഗറ്റ് ചെയ്തത്? ഞങ്ങൾ മന്ത്ലി ഞാൻ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാറുണ്ടായിരുന്നു. മന്ത്ലി ഇത്ര രൂപ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇത്ര ഇൻകം വരണം, ഇത്ര എക്സ്പെൻസ് നമുക്ക് പോവാം. നമുക്ക് സ്ഥിരമായിട്ടുണ്ടാവുന്ന എക്സ്പെൻസ് അറിയാം, അഡീഷണൽ വരുന്ന എക്സ്പെൻസ് എത്രയെന്ന് വരുന്ന അറിയാം. അത് നമ്മൾ പ്ലാൻ ചെയ്യാറുണ്ട്. കറക്റ്റ് ഇത്ര പെർസെൻറ്റേജ് ROI അങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല. ബട്ട് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു ആക്ച്വലി. ഓരോ മന്തിലും ഞാൻ 3 മാസത്തേക്കാണ് ഓരോ മന്തിൽ പ്ലാൻ ചെയ്യാറുള്ളത്. ക്വാർട്ടർലിയാണ് പ്ലാൻ? യെസ്. അപ്പം 3 മാസം പ്ലാൻ ചെയ്യുമ്പോഴും ഓരോ മാസത്തിൽ എന്തൊക്കെ ചെയ്യണം ഞാൻ ഡയറിയിൽ എഴുതി വെക്കും. ഇന്ന ആഴ്ച ഇന്നത് ചെയ്യണം, ഇന്ന ആഴ്ച ഇപ്പോഴും ചെയ്യുന്ന പരിപാടിയാണ്. ഓക്കെ. ഇന്ന ആഴ്ച ഇന്നത് ചെയ്യണം, ഇന്ന ദിവസത്തിൽ ഇന്ന ആളെ പോയി മീറ്റ് ചെയ്യണം, ഇന്ന ദിവസത്തിൽ ഇന്ന ആളെ വെച്ച് കോണ്ടന്റ് ചെയ്യണം എന്നൊക്കെ എഴുതി വെക്കും. അതേപോലെ ഞാൻ ഇന്ന ആഴ്ചയിൽ ഇത്ര രൂപ സ്പെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ഇത്ര നമ്മൾ അഡ്മിഷൻ എക്സ്പെക്ട് ചെയ്യണം, അങ്ങനെ. പക്ഷെ അഡ്മിഷന്റെ അക്കൗണ്ട് അത്ര എക്സ്പെക്ടേഷൻസ് നമ്മൾ വെക്കാറില്ലായിരുന്നു. കാരണം അത് വേരി ചെയ്യാറുണ്ട് പല മാസങ്ങളിലും പല രീതിയിൽ നമുക്ക് വെക്കാറുണ്ട്. ഓക്കെ. അപ്പൊ വിനീത് ശ്രീനിവാസിന്റെ കട എടുത്തിട്ട് നിങ്ങളെ ബ്രാൻഡുകൾ പൊസിഷൻ ചെയ്തു, ബിൽഡ് ചെയ്തു. പിന്നെ എപ്പോഴാണ് നമുക്ക് ഇൻഹൗസ് ടീമിനെ തന്നെ വേണം? അതായത് ഇങ്ങനെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് മാത്രം അല്ലെങ്കിൽ സെലിബ്രിറ്റീസും ആയിട്ട് മാത്രം വർക്ക് ചെയ്താൽ പോരാ, നമുക്ക് സ്വന്തമായിട്ട് ഒരു ടീം വേണം, സ്വന്തമായിട്ട് ഇൻഫ്ലുവൻസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് നിങ്ങൾ തീരുമാനിച്ച എപ്പോഴാണ്? നമുക്ക് ആദ്യം ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ 5,000 റുപ്പീസ് 20,000 റുപ്പീസിനൊക്കെ അവർക്ക് കിട്ടിയിരുന്നു. ഒരു ഇൻസ്റ്റാഗ്രാമേഴ്സിന്റെ ഒക്കെ എമൗണ്ട് ആണ് മാക്സിമം 20,000, യൂട്യൂബേഴ്സിനൊക്കെ ഒരു 50,000 മാക്സിമം വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പക്ഷെ അവര് എന്താ വെച്ചാല് അവരൊരിക്കലും നമ്മുടെ കമ്പനിയുടെ ആളല്ല, നമുക്ക് തന്നെ അറിയാലോ, അത് പബ്ലിക്കിനും അറിയാം. ഇവരൊരിക്കലും ഇന്ന കമ്പനിയുടെ ആളല്ല, ഇതൊരു ഇൻഫ്ലുവൻസർ ആണെന്നുള്ളത്. അപ്പോഴാണ് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ ടോക്കിംഗ് ഹെഡ് പരിപാടി മാറ്റിയിട്ട് സ്ക്രിപ്റ്റിലേക്ക് കൊണ്ടുവന്ന സമയത്ത് ആളുകൾ എൻഗേജ്മെന്റ്സ് കൂടിയപ്പം ഇതിലേക്ക് ഫ്രഷ് ഫേസ് വേണമെന്നുണ്ടായിരുന്നു. ഇൻഫ്ലുവൻസേഴ്സിനെ വേണ്ട, ആളുകൾക്ക് അറിയുന്ന ഫേസും വേണ്ട, ഫ്രഷ് ഫേസുകൾ വേണം. അത് നമ്മുടെ കമ്പനിയുടെ ഫേസ് ആയിട്ട് മാറണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു നമുക്ക്. അങ്ങനെ പിക്ക് ചെയ്തെടുത്ത ആളുകളെ എപ്പോഴും നമ്മുടെ കൂടെ ഉള്ളത്. അത് ഒരിക്കലും CV ത്രൂ വന്ന് വീഡിയോ പ്രസന്റർ ആവുമ്പോൾ വന്നെടുത്ത ആളുകളല്ല. ഇപ്പൊ കുറച്ചുകൂടെ ഓപ്പണായി പറയുകയാണെങ്കിൽ ഐഷ ഷഫ്രീൻ നമ്മുടെ വീഡിയോ പ്രസന്റർ, അപ്ഷിത പുത്തലത്ത് എന്ന് പറയുന്ന കുട്ടിയുണ്ട് വീഡിയോ പ്രസന്റർ. അപ്ഷി എന്ന് പറയുന്നത് നമ്മളവിടേക്ക് ട്രെയിനർ ആവാൻ വന്നിട്ടുണ്ടായിരുന്നു. അവളെ ഫ്രണ്ട് ത്രൂ ആണ് കണക്ഷൻ വന്ന് എനിക്ക് മെസ്സേജ് അയക്കുന്നത്, എനിക്ക് ട്രെയിനർ ആവുന്നത്. അന്ന് അവള് ഡിഗ്രി 2nd ഇയർ പഠിക്കാം ഫറൂഖ് കോളേജിൽ. അപ്പൊ ഞാൻ പറഞ്ഞു ട്രെയിനർ ആവാൻ നമുക്ക് ഡിഗ്രി 3rd ഇയർ ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ ഇതാക്കാണ്. പക്ഷെ അവളായിട്ട് ഞാനും സംസാരിച്ച് അവളൊരു സെൽഫ് ഇൻട്രൊഡക്ഷൻ വാങ്ങിയ സമയത്ത് ഭയങ്കര സ്കില്ലുള്ള കുട്ടിയാണ്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്, ആളുകൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു നമുക്കൊന്ന് വീഡിയോ പ്രസന്റേഷൻ ട്രൈ ചെയ്ത് നോക്കണമെന്ന് സംസാരിച്ചു. അപ്പൊ ആ കുട്ടിയാണ് ഓക്കെ, ഞാൻ ആങ്കറിംഗ് ഒക്കെ ചെയ്യാറുണ്ട് ഇതില്, ട്രൈ ചെയ്ത് നോക്ക്. ക്യാമറ ഫേസ് ചെയ്യാൻ പ്രശ്നമല്ലേ ഉള്ളൂ, ആങ്കറിംഗ് ചെയ്യുമ്പോൾ ആൾക്കാരെ ഫേസ് ചെയ്യണം, ഇതിൽ ക്യാമറ ഫേസ് ചെയ്യണം, വേറെ ഒരു വ്യത്യാസം വരാൻ പോകുന്നില്ല. ഒരാളും അറിയാൻ പോകില്ല. ഒരു 100 ടേക്ക് ആണെങ്കിൽ നമുക്ക് ടേക്ക് എടുക്കാം, നോ ഇറ്റ് വെച്ച് നമുക്ക് അത്രയും ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ കൊണ്ടുവന്ന് അന്ന് അവള് വീട്ടിൽ പോയ ഷൂട്ട് ചെയ്യുന്നു, ഫസ്റ്റ് ഷൂട്ട്. ആ വീഡിയോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കുട്ടിയുടെ സംസാരവും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി. അപ്പൊ നമ്മൾ നമുക്ക് സ്ഥിരമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ ഓക്കെ ആണ്. അങ്ങനെ ഒരാളെ പിക്ക് ചെയ്തു. നെക്സ്റ്റ് വരുന്ന കുട്ടി ഐഷ ഷഫ്രീന എനിക്ക് ഹൈലൈറ്റ് മാളിൽ അവളൊരു സ്റ്റോറി ഇട്ടിട്ട് അതിന്റെ ഭാഗമായിട്ട് അവിടുന്ന് ഞാൻ പ്രൊഫൈലിൽ കയറി അങ്ങോട്ട് മെസ്സേജ് അയച്ചാണ്ട്. അപ്പൊ ആ കുട്ടിയുടെ പ്രൈവറ്റ് അക്കൗണ്ട് ആയപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല സാർ എനിക്ക് ഇങ്ങനെ അറിയില്ല, ഒന്നാമത് എനിക്ക് വീഡിയോ ചെയ്യാൻ അറിയില്ല, എനിക്ക് ഫേസ് കാണിക്കാൻ പ്രശ്നങ്ങളുണ്ട്, വീട്ടിൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു ഈ ട്രൈ ചെയ്ത് നോക്ക്, ആര് പ്രസന്റ് ആയിട്ട് എനിക്കൊന്നുമില്ലല്ലോ, കറക്റ്റ് ആരും ഒന്നും ആവുന്നില്ല, അപ്പം വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ എനിക്ക് എക്സാം ആണ്, കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അവളെ തന്നെ കുറെ ഇങ്ങനെ ബാക്കിൽ കിക്കാൻ തുടങ്ങി, വേണ്ടാന്നില്ല കോൺസെപ്റ്റ്. അപ്പൊ ഞാൻ പറഞ്ഞു ഈ ട്രൈ ചെയ്ത് നോക്കാനാണ്. ഒരു ദിവസം ഞാൻ ട്രയൽ ഷൂട്ടിന് കൊണ്ടുവന്നു, എന്നിട്ട് ഞാൻ ചെയ്യിപ്പിച്ചു, ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. നമ്മൾ കോൺഫിഡൻസ് കൊടുത്തു. ഫസ്റ്റ് ആയിട്ട് വരുന്ന ആൾക്കാരെ ആക്ഷനും കട്ടൊന്നും വിളിക്കാതെ ഈ പറഞ്ഞു ഈ എന്റെ രീതിയിൽ സംസാരിച്ചോ പറഞ്ഞു, മനസ്സിലായി. അങ്ങനെ ട്രയൽ ഷൂട്ട് നടത്തി. ട്രയൽ ഷൂട്ടിൽ ആ കുട്ടി നന്നായിട്ട് പെർഫോം ചെയ്തു. ആ വീഡിയോ അന്ന് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്തു, അവളെ കൺസെന്റ് വെച്ചാണ്ട് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തു. അത് അത്യാവശ്യം നല്ല റീച്ച് കയറി. അപ്പൊ അവൾക്കൊരു ബൂസ്റ്റായി, ലൈക്ക് അവൾക്കൊരു കോൺഫിഡൻസ് കിട്ടി, നമുക്കൊരു കോൺഫിഡൻസ് കിട്ടി. ആ കുട്ടീനെ അങ്ങനെ നമ്മുടെ ടീമിലേക്ക് എടുക്കും. അങ്ങനെയാണ് ഓരോരുത്തരും പിക്ക് ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതായത് പിന്നെ നിങ്ങൾ ഓരോരുത്തരെ പിക്ക് ചെയ്യുമ്പോൾ അവർക്ക് അറിയില്ല അവരെ കേപ്പബിലിറ്റി എന്താണെന്ന്. യു ഐഡന്റിഫൈഡ് വർക്ക്ഔട്ട് ആവാൻ സാധ്യത ഉണ്ട്. ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു നന്നായി ക്യാമറ ഫേസ് ഉണ്ടായിരിക്കണം, ആളുകൾക്ക് നന്നായിട്ട് ക്യാമറ ഫേസ് ഉണ്ടായിരിക്കണം. അതായത് സ്വന്തം ലാംഗ്വേജ് സംസാരിക്കുന്ന ആളായിരിക്കണം. ഐഷ അലി അപ്ഷി എന്നൊക്കെ പറയുന്നത്, അപ്ഷിക്ക് മലയാളം ശരിക്കും അറിയില്ലായിരുന്നു, മംഗലാപുരത്താണ് ജനിച്ചു വളർന്നതൊക്കെ. ഫറൂഖിലാണെങ്കിൽ പോലും മലയാളം അറിയില്ലായിരുന്നു. കുട്ടി ഇംഗ്ലീഷ് കഫേയിൽ വന്നിട്ടാണ് മലയാളം പഠിക്കുന്നത്. അപ്പോൾ അത് ഇനീഷ്യലേക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് ശ്രീൻ്റെ മലയാളം ഓക്കെ അല്ല, ആളുകൾക്ക് സ്വീകരിക്കണം, എന്റെ മലയാളത്തിൽ സംസാരിച്ചാൽ മതി. ഐശ്വര്യതാണ് ഈ പക്ക മുക്കം കോഴിക്കോട് സ്ലാങ്ങാ പക്ക, അത് സംസാരം. കാരണം മലയാളികൾക്ക് എപ്പോഴും ജെന്യൂൻ ആയിട്ടുള്ള ആൾക്കാർ, സ്ക്രിപ്റ്റഡിനേക്കാൾ അപ്പുറത്തേക്ക്
ഫാബ്രിക്കേറ്റഡ് ആയി സംസാരിക്കുന്നതിന്റെ അപ്പുറത്തേക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഇതാണ് ആൾക്കാർ. നിങ്ങൾ എങ്ങനെയാണുള്ളത് അതേപോലെ ക്യാമറ കാണിച്ചാൽ മതി. നിങ്ങൾ ക്യാമറന്റെ ഉള്ളിൽ ഒന്ന് പുറത്ത് വേറെ അങ്ങനെ ആവണ്ട. അത് വേണ്ട, അങ്ങനെ ട്രസ്റ്റ് ബിൽഡ് ആവുള്ളൂ. നമ്മളെ ഓരോ എപ്പിസോഡിന്റെ ബാക്കി പോകുമ്പോൾ നമ്മുടെ ഓഡിയൻസിന് ഭയങ്കര അവരിൽ ഒരാൾ വന്ന് സംസാരിക്കുന്ന പോലെ അവരിൽ ഒരാൾ വന്ന് ഇതാക്കുന്ന പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ആ ടീം വരുന്നത്. പിന്നെ ഉണ്ടായിരുന്ന ബോയ്സ്, ഇപ്പൊ ഞാൻ അടക്കൽ ആളുകൾ വീഡിയോയിൽ നിൽക്കാറുണ്ട്. നമ്മൾ ആ ബോയ്സ് ഒക്കെ നമ്മളവിടെ എഡിറ്റേഴ്സ് ആയിരുന്നു. ആ എഡിറ്റേഴ്സ് ആയ ആൾക്കാർ നമുക്ക് മെയിൽ ക്യാരക്ടേഴ്സ് വരുമ്പോൾ അയ്യോ ചെയ്ത് നോക്ക് ഹരിയെ, അയ്യോ ചെയ്ത് നോക്ക് ഫറാസ് എന്ന് പറഞ്ഞ് അങ്ങനെ ബിൽഡ് ചെയ്തെടുത്ത ടീമാണ് ആക്ച്വലി വരുന്നത്. അത് ബേസിക്കലി ഇവരൊക്കെ വലിച്ചിങ്ങോട്ട് ഇട്ടതാണ്. എക്സാക്ട്ലി, ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് പിന്നെ ആ ടീമിലെത്തിയപ്പോൾ അവർക്ക് ഭയങ്കര താല്പര്യം, മനസ്സിലായി ഇങ്ങനെ ചെയ്യണം ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞ താല്പര്യം വന്ന് അങ്ങനെയാണ് ആ ടീം ആക്ച്വലി ബിൽഡ് ആകുന്നത്. അതൊരു ശരിക്കും പറഞ്ഞാൽ പ്ലാൻഡ് ആണോ വെച്ചാൽ അല്ല, എന്താണോ വെച്ചാൽ അങ്ങനെ ഒരു കോൺസെപ്റ്റാണ്. ഉണ്ടായി പോയിട്ട് പിന്നെ അതിനെ നിലനിർത്തുക, അതിനെ കൊണ്ട് നടക്കലായിരുന്നു പിന്നെ വരുന്ന ചാലഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സംസാരിക്കുമോ നോർമലി എല്ലാവരും ഫസ്റ്റ് ആ ഫൗണ്ടറാ പുറത്തിറങ്ങല്. ഞാൻ കണ്ടോടത്തോളം ഫൗണ്ടർ ക്യാമറയുടെ മുന്നിലായിരിക്കും, ഫൗണ്ടർക്ക് ഇത് ചെയ്തല്ലേ പറ്റുള്ളൂ. പക്ഷെ ഈ കേസിൽ നിങ്ങൾ ലാസ്റ്റ് ആണ് വീഡിയോയിൽ വരുന്നത്. അതെന്തായിരുന്നു സംഭവം? നിങ്ങൾ ഓരോരുത്തരും വലിച്ചിടും, പക്ഷെ നിങ്ങൾ ഇറങ്ങിയില്ല. വൈ? അത് പ്ലാൻഡ് അല്ലായിരുന്നു ആക്ച്വലി. ഞാൻ ബാക്കിലാണ് നിൽക്കുന്നത്. ഞാൻ സ്ക്രിപ്റ്റ് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ ചെയ്യണം, ലാംഗ്വേജ് ഇങ്ങനെ ചെയ്യണം, അത് ചെയ്യണം പറഞ്ഞു കൊടുക്കും. ക്യാമറ ബാക്കിലാണ് നിൽക്കലുണ്ടായിരുന്നു. ഒരു സമയത്ത് ഔട്ട്ഡോർ ഷൂട്ട് പോകും നമ്മള്. ഈ പുറത്തുനിന്ന് നമ്മൾ നമ്മുടെ ഓഫീസിനുള്ളിൽ തന്നെ വീഡിയോ എടുത്ത് മടുക്കുമ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ റിസോർട്ടുകളിലോ ഓടിലൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോകും. ആ സമയത്ത് സ്ക്രിപ്റ്റിൽ ഒരു എക്സ്ട്രാ ഒരാളും കൂടെ ആവശ്യം ഉണ്ടായിരുന്നു. വേറെ ഞാനല്ല, വേറെ ഓപ്ഷൻ അല്ല. അല്ലെങ്കിൽ നിങ്ങൾ വരി ഞങ്ങൾക്ക് നിയമമുണ്ട്, സ്ക്രിപ്റ്റ് എന്ത് ഡിമാൻഡ് ചെയ്യണോ അത് ചെയ്യണം. അതിപ്പോഴും കൊണ്ടുപോകുന്ന ഡിമാൻഡാ. സ്ക്രിപ്റ്റിൽ എന്ത് പറയുന്നോ അതിൽ ആര് ചെയ്യണോ അത് അയാൾ ചെയ്യണം. അത് ചിലപ്പോൾ അയാൾ പെണ്ണായിട്ട് അഭിനയിക്കേണ്ടി വരും, ചിലപ്പോൾ അയാൾ പൊട്ടനായിട്ട് അഭിനയിക്കേണ്ടി വരും, ലാംഗ്വേജ് അറിയുന്ന ആളായിട്ട് അഭിനയിക്കേണ്ടി വരും, അറിയാത്ത ആളായിട്ട് അഭിനയിക്കേണ്ടി വരും. വാട്ട് എവർ ഇറ്റ് ഈസ് അയാൾ അത് ചെയ്യണം എന്ന റൂള്. അപ്പൊ ഞാൻ ചെയ്യില്ല. അപ്പൊ നിങ്ങൾ കൊണ്ടുവന്ന റൂൾ തന്നെയാണ്, പറഞ്ഞാൽ ചെയ്യണമെന്നില്ല, നിങ്ങൾ വരികയാറിന് അങ്ങനെ ഒരു വീഡിയോയിൽ വരണം. അങ്ങനെ ആ വീഡിയോ ആൾക്കാർക്ക് ഇഷ്ടമായി. അന്നാണ് ഫേസ് ആൾക്കാർ കാണുന്നത്. അപ്പൊ ആൾക്കാർക്ക് ഇഷ്ടമായി. പിന്നെ ഓലെന്നെ സ്ക്രിപ്റ്റ് ചെയ്തുമ്പോൾ നമ്മളിങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്താൻ തുടങ്ങി, പല സ്ക്രിപ്റ്റിലും നമ്മൾ വരാൻ തുടങ്ങി. മനസ്സിലായി. പിന്നെ ആ ഓഡിയൻസിന് ലൈക്ക് ആ ടീമിലേക്ക് എനിക്ക് ചെല്ലാൻ ഭയങ്കര ഈസി. കാരണം ഞാൻ കൊണ്ടെടുക്കുന്ന ആൾക്കാരല്ലേ, നമ്മളെ ആൾക്കാരല്ലേ. അപ്പൊ അതിക്ക് പുതിയൊരു ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യമൊന്നും എനിക്ക് വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ സ്ക്രിപ്റ്റിങ്ങിന്റെ കേസിലും ഞങ്ങൾ ഒരിക്കലും ഇന്നേ വരെ ഒരു സ്ക്രിപ്റ്റും പേപ്പറിൽ എഴുതി സ്ക്രിപ്റ്റ് ഞങ്ങൾക്കില്ല. നമ്മളിങ്ങനെ സംസാരിക്കുന്നില്ലേ, നമ്മൾ പറയും ഇന്ന വേർഡാണ് നമുക്കില്ലത്, ഇന്നതാണ് നമ്മളെ കോൺസെപ്റ്റ് പറയും. എന്നിട്ട് നിങ്ങൾ സംസാരിച്ചോളൂ, ക്യാമറ ഓൺ ആക്കി വെക്കും. ഇതാണ് നമ്മളെ പരിപാടി. സ്ക്രിപ്റ്റ് ഇല്ലേ? ഞങ്ങൾക്ക് സ്ക്രിപ്റ്റ് ഇല്ല. ഞങ്ങൾ ഇന്നേ വരെ സ്ക്രിപ്റ്റഡ് ആയിട്ട് ഒരു സാധനം ചെയ്തിട്ടില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾ ഫുള്ള് സ്ക്രിപ്റ്റ് എഴുതി ജാഗബോഗ ആക്കിയിട്ടാണ് ഓരോന്ന് ഷൂട്ട് ചെയ്യുന്നത്. ഞങ്ങൾ ആകെ പ്രൊഫഷണലി യൂസ് ചെയ്യല ആക്ഷനും കട്ടും മാത്രം. അതിനപ്പുറത്തേക്ക് ഒരു പരിപാടി. പക്ഷെ എന്ത് വേർഡാണ് നിങ്ങൾ തീരുമാനം? വേർഡ് ഉണ്ടാവും, ഒരു കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടാവും. ഇതാട്ടെ പരിപാടി പറയും. എന്നിട്ട് ഐഷ എനിക്ക് എന്താ വേണ്ട സംസാരിച്ചോ, ആ സാധനം വരണം. എന്നിട്ട് അവിടെ നിന്നായിട്ട് ഉണ്ടാക്കലാണ്. അത് ഡെയിലി നിങ്ങൾ ഷൂട്ട് ചെയ്യും എങ്ങനെയാണ്? ഇല്ല, നമ്മള് ഒരു മന്തിൽ ഒരു 4 to 5 days ആണ് സ്ക്രിപ്റ്റഡ് വീഡിയോസ് ഒക്കെ ചെയ്യാറ്. അതിൽ ഒരു ദിവസം തന്നെ 8-10 വീഡിയോസ് ഒക്കെ എടുത്ത് വെക്കും നമ്മള്. ഇപ്പൊ ഒരു മാസത്തേക്കുള്ള ഒരു 5 ദിവസം കൊണ്ട് നമുക്ക് കിട്ടും. ബേസിക്കലി ഒരു 5 ദിവസങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. 5 ദിവസം നമ്മൾ ഷെഡ്യൂൾ ചെയ്യും ഷൂട്ട് ഓൾറെഡി. എന്നിട്ട് നിങ്ങൾ ഷൂട്ടിന് ഇറങ്ങും. ആ സമയത്ത് നിങ്ങളുടെ അടുത്ത് വേർഡ് ഉണ്ടാവും. ആ വേർഡ് വെച്ച് ആ സമയത്ത് നിങ്ങൾ ഡിസ്കസ് ചെയ്ത് എന്തെങ്കിലും കാട്ടും. കൂടുതലും റിയൽ ലൈഫിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. ഒരുപാട് ഫാന്റസി ഉള്ള കാര്യങ്ങളോ ഒരുപാട് ഭയങ്കര സിനിമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാറില്ലായിരുന്നു. ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ, ഞങ്ങളുടെ അടിയിൽ നടക്കുന്ന ഫണ്ണായിട്ടുള്ള കാര്യങ്ങള്. ഒരാള് അന്ന് വരും, ഇപ്പൊ കോണ്ടന്റ് കിട്ടാതെ നിൽക്കുന്ന സമയത്തൊക്കെ ചിലപ്പം ഹരി കാലൊടിഞ്ഞ് വരുന്നുണ്ടാവും. അത് വെച്ച് ഞങ്ങള് ഫിഫന്റെ സമയത്ത് നമ്മൾ ടർഫ് പോയി ഫുട്ബോൾ കളിക്കാൻ വേണ്ടി നമ്മൾ പോയ സമയത്ത് നമുക്ക് അതുവരെ കോണ്ടന്റ് ഇല്ല. ടർഫ് ചെയ്യണം, ഫിഫ ആണല്ലോ, ഫുട്ബോൾ റിലേറ്റഡ് ആണല്ലോ, അത്രമാത്രം നമുക്ക് അറിയുള്ളൂ. കോണ്ടന്റ് ഇല്ല. അതിൽ നമ്മള് വീഡിയോഗ്രാഫർ ഇങ്ങനെ വെറുതെ പന്ത് തട്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓരോരു ഷോട്ട് അടിച്ചപ്പോൾ നേരെ ഐഷയുടെ തലമ്പൊക്കെ തട്ടിയാണ് ഐഷ വീണ്. ആ കടത്ത് അവിടെ കിടത്തിട്ട് അത് കോണ്ടന്റ് ആക്കിയ അങ്ങനെ നമ്മളെല്ലാ സ്ക്രിപ്റ്റ് ആയിട്ട് വരികയാണ്. അങ്ങനെ നമ്മളെ കോണ്ടന്റുകളൊക്കെ വരാറ്. എഴുതി സ്ക്രിപ്റ്റ് ചെയ്ത് ഇല്ല. വളരെ ചില സീരിയസ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. കുറച്ച് ഹൊറർ മൂഡിലൊക്കെ നമ്മൾ എടുക്കുന്ന കുറച്ച് സീരീസുകളൊക്കെ ഉണ്ടാകും. അതിലൊക്കെ നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യും, ഇന്ന സീനിൽ ഇന്ന ആള് വരണം, ഇന്ന സീൻ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ മെജോറിറ്റി അൺസ്ക്രിപ്റ്റഡാ. അതാണ് എനിക്ക് തോന്നുന്ന റിയലിസ്റ്റിക് ആയിട്ടുള്ള കോണ്ടന്റ് വരുന്നത്. ഈ സ്ക്രിപ്റ്റ് ചെയ്തുകൊണ്ട് കൊടുത്താൽ പ്രശ്നം എന്താ പറയാ, അതേ ഡയലോഗ് അവർ യൂസ് ചെയ്യുള്ളൂ. ഞങ്ങൾ പോവുകയാണെന്നൊക്കെ പറയും. നമ്മൾ പോവാണ് നമ്മൾ പറഞ്ഞാൽ. അപ്പൊ അതാണ് സ്ക്രിപ്റ്റഡ് കൊടുത്തു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റഡ് അവർ പഠിക്കുള്ളൂ, പറയുള്ളൂ. ഇതാകുമ്പോൾ നമുക്ക് തോന്നി പറയാനൊരു ഫ്രീഡം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് കിട്ടും നമുക്ക്. അപ്പൊ നിങ്ങൾ വിചാരിക്കാതെ തന്നെ നിങ്ങൾ കുറെ ഇൻഫ്ലുവൻസേഴ്സിനെ ഇൻഹൗസ് ഉണ്ടാക്കി.
ഇൻഫ്ലുവൻസേഴ്സ് ആയി വന്നതാണ്. നമ്മുടെ ഫേസ് ആക്കി കൊണ്ടുവന്ന കുട്ടികളാണ്. കറക്റ്റ്. പിന്നെ അവർക്ക് ഓൾറെഡി ഇപ്പൊ നമ്മളെ ഇതിലൊരു ഓഡിയൻസ് ഉണ്ടായതുകൊണ്ട് ആ ഓഡിയൻസ് അവർ പേഴ്സണൽ പ്രൊഫൈലിലേക്കും പോകുന്നു, അവരേക്ക് ഇതാവുന്നു. കാരണം അവരെ പേഴ്സണൽ പ്രൊഫൈൽ ബിൽഡ് ചെയ്യാൻ കാരണം അവരിൽ കോണ്ടന്റ് പോയിട്ടില്ലെങ്കിലും ഡെയിലി അവരെ ഓഡിയൻസ് കാണുന്നുണ്ട് നമ്മുടെ ബാച്ചിലൂടെ. അതെ, അങ്ങനെ ഒരു ഓഡിയൻസ് വന്നിട്ടാണ് അവർ ഇൻഫ്ലുവൻസേഴ്സും ക്രിയേറ്റേഴ്സ് ആയിട്ട് മാറുന്നത്. ഇൻഫ്ലുവൻസേഴ്സിന് അപ്പുറത്തേക്ക് ക്രിയേറ്റേഴ്സ് ആയിട്ട് മാറുന്നത്. ക്രിയേറ്റർ, അതായത് നിങ്ങൾ ക്രിയേറ്റേഴ്സിനെ ഉണ്ടാക്കിയെന്ന് പറയാം. അങ്ങനെ പറയണമെങ്കിൽ പറയാം, അങ്ങനെയും പറയാം. അപ്പം എൻ്റെ ചോദ്യം, ഇവിടെ ഒരു റിസ്ക് ഇല്ലേ? നിങ്ങൾ പലരും ബിൽഡ് ചെയ്യുന്നു. വാട്ട് ഇഫ് അവർ വേറൊരു കമ്പനിയിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും? ആ റിസ്കിനെ ഞാൻ ഒരിക്കലും ഒരു റിസ്ക് ആയിട്ട് കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ പിള്ളേരോട് പറയുന്ന, അതിപ്പോൾ ഈവൻ വീഡിയോ പ്രസൻറ്റേഴ്സ് ആണെന്നില്ല, നമ്മുടെ ട്രെയിനേഴ്സ് ആണെങ്കിലും സെയിൽസ് ടീം ആണെങ്കിലും, ഇവിടത്തിനേക്കാൾ ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ യു ഷുഡ് മൂവ്. നിങ്ങൾ ഇവിടുന്ന് പോയിരിക്കണം എന്ന് ഞാൻ പറയല്. അതിൻ്റെ വീഡിയോ പ്രസൻറ്റേഴ്സിനോടും പറയാറുണ്ട്. പക്ഷേ അവർ ഫസ്റ്റ് ആയിട്ട് വന്ന ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അവർക്ക് അതിൻ്റെതായുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടാവാറുണ്ട്. അവർക്ക് അതിൻ്റെതായ ഒരു സ്നേഹവും കാര്യങ്ങളും നമ്മളോട് ഉണ്ടായി നിൽക്കാറുണ്ട്. ഇനി അവർ പോയി കഴിഞ്ഞാലും ഇതേപോലെ ഫ്രഷ് ഫേസിനെ കൊണ്ടുവന്ന് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് എനിക്കുണ്ട്. നമ്മൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ അപ്പുറം ഞാൻ ഇപ്പോഴും പുതിയ ഫേസ് നോക്കുന്നത് ഫ്രഷ് ഫേസിനെ നോക്കുന്നത്. ഒരിക്കലും ഒരു 10K അല്ലെങ്കിൽ 100K ഉള്ള ഇൻഫ്ലുവൻസേഴ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ പെട്ടെന്ന് ഫെയിം ആയി ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അത് ഞാൻ നോക്കാറില്ല. ഞാൻ ഇപ്പോൾ പുതിയൊരു കുട്ടീനെ തേടുന്നുണ്ട്. ആക്ച്വലി പുതിയൊരു കുട്ടീനെ നോക്കുന്നുണ്ട്. നമുക്ക് വരുന്ന CVസിലൊക്കെ മിനിമം 10K ആൾക്കാർ ഫോളോവേഴ്സ് ഉണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, അല്ലെങ്കിൽ അത്യാവശ്യം അറിയുന്ന കുട്ടികളാ. അങ്ങനത്തെ ഒരു കുട്ടീനെ എനിക്ക് ആവശ്യമല്ല. ഫ്രഷ് ഫേസ് ആണ്. ഇതിപ്പോ നമ്മൾ തെളിയിച്ചിട്ടും കാര്യമില്ലല്ലോ. നമ്മൾ ഫ്രഷ് ഫേസ് ആണ്. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഒരു പ്രൈവറ്റ് അക്കൗണ്ടില്ല കുട്ടിയായാലും മതി. ബട്ട് ആളുകൾക്ക് അത് പക്ഷേ അല്ല, നിങ്ങൾക്ക് വേണ്ട രീതിയിൽ മോൾഡ് നമ്മുടെ കുട്ടിയായിട്ട് മാറ്റാം, നമ്മുടെ കോണ്ടന്റിനനുസരിച്ചുള്ള കുട്ടിയായിട്ട് മാറ്റാം. മനസ്സിലായി. അങ്ങനത്തെ ഒരുപാട് കുട്ടികളുണ്ട്, ഫേസ് കാണിക്കാത്ത ഒരുപാട് കുട്ടികളുണ്ട്. ഓക്കെ. ഇപ്പൊ നമ്മുടെ ടീമിലേക്ക് ഞാൻ ഇപ്പോൾ ഒരു കുട്ടീനെ നോക്കുന്ന എക്സാക്ട്ലി ഇപ്പോഴും നല്ല എപ്പോഴും ഞാൻ നോക്കല അങ്ങനെ. ഇപ്പൊ ഞങ്ങളെ മറ്റു പ്ലാറ്റ്ഫോംസിലേക്കാണെങ്കിലും പോലും ഞാൻ ഫ്രഷ് ഫേസ് ഏതാണോ അത് മാത്രമേ നോക്കാറ്. അല്ല, ഫ്രഷ് ഫേസ് നിങ്ങളെ നിഷിൽ കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്ത 10K മുകളിൽ ഫോളോവേഴ്സിൽ ആളും നിങ്ങൾ എടുക്കുമോ? ഇല്ല, ഞാൻ എപ്പോഴും എനിക്ക് വന്ന CVസിലുണ്ട് 12K 20K കുട്ടികൾ. പക്ഷെ നിങ്ങളെ നിഷില്ല. നിങ്ങൾ ഐഡിയൽ സാധനം വന്നാൽ പബ്ഷിനെ പോലെ അല്ലെങ്കിൽ ഐഷനെ പോലെയോ അല്ല പ്രൊഫൈൽ വന്നാൽ ചാൻസ് കുറവാണ്. റീസെന്റ് കൂടി ഇന്റർവ്യൂവിൽ ഞാൻ അബ്ഷിനോട് പറഞ്ഞു, സാർ ആ കുട്ടി അടിപൊളിയാ സാർ, നമുക്ക് ചെയ്തു നോക്കിയാലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് കുട്ടി വരുന്നത് എപ്പോഴും നമ്മളെ പ്രൊഫൈൽ ത്രൂ വളരണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാളാണ്. കമ്പനി വളരണോടൊപ്പം അവരും വളരണം എന്നുള്ള കോൺസെപ്റ്റിൽ ഒരാളാണ്. ഓൾറെഡി വളർന്നു വന്ന കുട്ടികൾക്ക് ആകുമ്പോൾ ഓൾക്ക് ഓലതായ കുറെ സെറ്റ് ചെയ്ത കുറെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ഓലതായ കുറെ ഫാൻ ബേസുകൾ ഉണ്ടായിരിക്കും, ഓലതായ കുറെ പരിപാടികൾ ഉണ്ടായിരിക്കും. നമുക്ക് അതില്ലാതെ നമ്മുടെ കമ്പനി ത്രൂ തന്നെ വളരണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ് ആക്ച്വലി. ഓക്കെ. അപ്പൊ ചോദ്യം, നിങ്ങൾക്ക് അതുകൊണ്ട് ഒരു പ്രശ്നമില്ല. ഇഫ് ദേ ഗോ ദാറ്റ്സ് ഇറ്റ്. ഒരിക്കലും നമ്മളെ കമ്പനീന്റെ 10% കൊടുക്കാതെ ഒരിക്കലും അവിടെ സ്ഥിരമായിട്ട് നിൽക്കൂല. നിങ്ങൾക്ക് അറിയില്ലേ അല്ലേ? എത്ര സാലറി, ഇപ്പൊ 1 lakh സാലറി 2 lakh സാലറി കൊടുത്താൽ പോലും അതിനപ്പുറം കൊടുക്കാൻ കാപ്പബിൾ ആയിട്ടുള്ള കമ്പനി വിളിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവർ അങ്ങോട്ട് മൂവ് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ കമ്പനിയുടെ ഷെയർ കൊടുക്കണം, എന്നാ പിന്നെ നിൽക്കും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒരാൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ആൾ അതിനേക്കാൾ നല്ല വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. യു ഹാവ് ഓൾറെഡി ഡൺ ഇറ്റ്. നമുക്ക് അങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെറിയ കോൺഫിഡൻസ് ഉണ്ട്. വലിയ കോൺഫിഡൻസ് അല്ല, ചെറിയ കോൺഫിഡൻസ് നമുക്ക്. അത് തന്നെയാണ് ഫൗണ്ടേഴ്സിന്റെ കോൺഫിഡൻസ്. ഇത് ഞാൻ ഇവിടം വരെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിന്റെ അപ്പുറം ചെയ്യാൻ പറ്റും. ഇവർ നിങ്ങളെ കോമ്പറ്റീറ്റേഴ്സിലേക്ക് പോവുകയാണെങ്കിലോ? കോമ്പറ്റീറ്റേഴ്സിലേക്ക് പോകാൻ ചാൻസ് വളരെ കുറവാണ്. ശരിയാണ്. പക്ഷേ ബൈ ചാൻസ് ഇഫ് ഇറ്റ് ഹാപ്പൻസ്, നോ ഇഷ്യൂസ്. ഓക്കെ, യു ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. ഇല്ല, അവർക്ക് ഒരുപാട് ഓഫേഴ്സ് വരാറുണ്ട്. കോമ്പറ്റീഷൻ അല്ല പോകുന്നല്ല ഞാൻ പറയില്ല, ബട്ട് ഐ എം ജസ്റ്റ് തിങ്കിങ് ഫ്രം ദ ഫൗണ്ടർ പെർസ്പെക്റ്റീവ്. കാരണം ഇപ്പൊ എന്റെ കൂടെ അല്ല ആര് പോയി കഴിഞ്ഞാലും എന്റെ കോമ്പറ്റീറ്റർ പോയിക്കോ, പ്രശ്നമല്ല. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമില്ല. നമ്മളെ ഇവിടുന്ന് പോയ കുട്ടികളും ഉണ്ടായിരുന്നു. നമ്മളിവിടെ ഉണ്ടായിരുന്ന കുട്ടി ഒരു വേറെ കമ്പനിയിൽ പോയിട്ടുണ്ടായിരുന്നു. ആ കുട്ടി പിന്നെ തിരിച്ചു വന്നിട്ടുണ്ട് നമ്മുടെ കമ്പനിയിലേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ സംഭവിക്കാം. പക്ഷെ യു ഡോണ്ട് കെയർ ചെയ്യുന്നില്ല. മീൻസ് അതിനേക്കാൾ ബെറ്റർ നമുക്ക് ഇപ്പുറത്ത് കിട്ടുന്നില്ല ഓപ്ഷൻ ഉണ്ട് എനിക്ക്. അല്ലെങ്കിൽ അവർക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടായോണ്ടാ പോകുന്നത്. ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയില്ല. ഞാനാ പറയാല് പോവാന്. അവർക്ക് ഓഫർ വന്നു കഴിഞ്ഞാൽ യു ഷുഡ് ഗോ, നിങ്ങൾ ഇവിടുന്ന് മൂവ് ചെയ്യണം, നിങ്ങൾക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ നിങ്ങൾ പോകണം. കാരണം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഡെലിവറബിൾസിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പാക്കേജിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് സർട്ടൻ ടൈമിൽ തന്നെ ഒരുപാട് പാക്കേജ് കൂടിയൊക്കെ വരുന്ന സമയത്ത് ഓഫ് കോഴ്സ് നമ്മളൊക്കെ എൻഡ് ഓഫ് ദി ഡേ മണി മോട്ടീവ് ആയിട്ടുള്ള ആളുകളാണ്, ക്യാഷ് മോട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ബെറ്റർ ആക്കണം എന്നുണ്ടെങ്കിൽ ആ പൈസ നമുക്ക് ആവശ്യമാണെങ്കിൽ നിങ്ങൾ മൂവ് ചെയ്യണം, പറയണം. ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എപ്പോഴും യൂസ് ചെയ്യണം പറയുന്ന ആളാണ് ഞാൻ. കറക്റ്റ്. അപ്പോൾ ഞാൻ നിങ്ങളെ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിൻ്റെ അകത്ത് ഭയങ്കര ഒരു ഫൺ എലമെൻ്റ് ഉണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ചാണ്. ഞാൻ മനസ്സിലാക്കണത് ആ കൾച്ചറാണ് നിങ്ങളെ സെറ്റാക്കണം. അതിനെ പറ്റി എന്താണ് നിങ്ങളൊരു ദ കൾച്ചർ ഓഫ് ദ കമ്പനി? നമുക്ക് ആ ടീമിന് കേട്ടോ, ഈ മീഡിയ ടീമിന് ഒരു
എന്താ പറയാ ഒരു പക്ക ഒരു കോർപ്പറേറ്റ് ലൈഫ് ഒന്നും ഇല്ല അവിടെ ആക്ച്വലി. അവർ തോന്നിയ സമയത്ത് വരല്ലേ. അങ്ങനെയാണല്ലേ? ഞാൻ നിങ്ങൾ വേറെ സ്ഥാനത്തിൽ കണ്ട് ഞാൻ 9 മണിക്ക് വരും, 4 മണിക്ക് പോകും. പക്ഷെ അവർക്ക് അങ്ങനെ അല്ലല്ലേ? അവർ ആക്ച്വലി വരണമെങ്കിൽ 12 മണിയാവും, ചിലപ്പോൾ 1 മണിയാവും. പക്ഷെ അവരോട് വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടാ പോകുന്നത്. രാത്രി 8 മണിക്കായിരിക്കും പോകുന്നുണ്ടായിരിക്കുക. ഞങ്ങളെ പല ഷൂട്ടുകളും നടക്കുന്ന വൈകുന്നേരം 5 മണിക്ക് ശേഷം. എല്ലാരും ഓഫീസ് കാലിയായി കിട്ടണം ഞങ്ങൾക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. കംപ്ലീറ്റ് അലമ്പന്മാരാണല്ലേ ടീമില്. ഞങ്ങൾ സ്ഥലത്തേക്ക് ഷൂട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അലമ്പാക്കിയിട്ട് പോരുക. കാരണം നമ്മൾ അത്രയും ഓപ്പൺ അപ്പായി സംസാരിക്കുന്ന ആളുകളാണ്, നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അപ്പം അവരത്രയും ഫ്രീ ആണ്. സമയങ്ങളിൽ ഒരു സമയത്തിന് ലിമിറ്റ് വെച്ചിട്ടില്ല. എന്നാൽ ലിമിറ്റ് ഉണ്ടതാണ് കേട്ടോ, പക്കാ ഒഴിച്ചു വിട്ടിട്ടൊന്നുമില്ല. കാരണം ഒരു കമ്പനി വർക്ക് ചെയ്യുമ്പോൾ മറ്റു സ്റ്റാഫുകൾ ഇവരെ നോക്കി കാണുന്നുണ്ടാവും. എന്താ അവർക്ക് അങ്ങനെ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നരുതല്ലോ. പക്ഷെ ഒരു ക്രിയേറ്റീവ് ഫീൽഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് അവരുടേതായ ഫ്രീഡം കൊടുക്കുന്നുണ്ട്. ടൈമിംഗ് നല്ല വ്യത്യാസങ്ങളുണ്ട്, കാര്യങ്ങൾ വരുത്താറുണ്ട്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ഒരു ക്രിയേറ്റീവ് ടീമിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അതില്ലാണ്ട് നടക്കുവോ? നടക്കുവോ ചോദിച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുവരലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ. ഞാൻ ഒരിക്കലും ഇപ്പൊ എന്റെ അണ്ടറിലില്ല, അല്ലെങ്കിൽ അണ്ടറിൽ ഞാൻ ഒരിക്കലും പറയില്ല. നമ്മൾ ഒപ്പമില്ല കുട്ടികളെ ഒരിക്കലും ഒരു ബോസ് കളി കളിക്കാൻ നിൽക്കലില്ല. എന്തിനു കളിക്കേണ്ട ആവശ്യമോ? ഷിബിൽ ബ്രോ എന്നാ വിളിക്കലേ. എന്നെ സ്റ്റാഫൊക്കെ ഷിബിൽ ബ്രോ വിളിക്കണ എനിക്ക് ഇഷ്ടം. കാരണം വെച്ചാൽ അങ്ങനെ നമുക്ക് എല്ലാം ഓപ്പൺ ആയി സംസാരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം പല സ്ക്രിപ്റ്റിലും നമ്മള് എന്തൊക്കെയോ സംസാരിക്കും. അപ്പൊ അതൊരു സാറിനോട് സംസാരിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ ഒരു ഫ്രണ്ടിനോട് ഒന്ന് സംസാരിക്കാമല്ലോ. അപ്പൊ അങ്ങനെ നമ്മള് ഞങ്ങൾക്ക് ഇടയിൽ എല്ലാവർക്കും അങ്ങനെ ഇതുണ്ട്. ഇപ്പൊ ഞാനാണെങ്കിലും ഹരി ആണെങ്കിലും ഫറാസ് ആണെങ്കിലും അബ്ഷി ആണെങ്കിലും ഐഷ ആണെങ്കിലും ഷഹല ആണെങ്കിലും ഒക്കെ ഞങ്ങൾ ഈ 6 മെമ്പേഴ്സിന്റെ ഇടയിലും ഒരു ലിമിറ്റ് ഇല്ല സംസാരത്തിന്. എല്ലാം സംസാരിക്കുന്ന ആളുകൾ. ചിലപ്പോൾ ബിസിനസ് സംസാരിക്കും, ഫണ്ട് സംസാരിക്കും, സിനിമ സംസാരിക്കും, യാത്രകൾ സംസാരിക്കും, എല്ലാ ടോപ്പിക്കും വരുന്ന ആളുകൾ. അപ്പൊ അതിന്റെ അടിയിൽ കൊണ്ടേ ഒരു ക്യാമറ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാ സ്ക്രിപ്റ്റ് ഒക്കെ സെറ്റ് ആക്കാൻ. അത് നിങ്ങൾ ഒരേ ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ട് നിങ്ങളൊക്കെ ഒരേ ഏജ് ഗ്രൂപ്പ് ആണോ? ഞാനാണ് മൂത്തത് ആക്ച്വലി. തൊട്ട് താഴെ ഒരു 26, 25, 24 വയസ്സാണ്. എല്ലാരും 20s ആണ്. 20s ആണ്. അപ്പൊ മേ ബി അതും ഒരു വലിയ ഫാക്ടർ ആയിരിക്കും കേട്ടോ. അല്ല, എന്നെ പോലെ ലേറ്റ് 30s ഉള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പക്ഷെ നമ്മളെ ടീമിന്റെ കൂടെ ജെല്ലാൻ ഭയങ്കര ഈസിയാ. ഞങ്ങൾ അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഗ്യാങ് ഒന്നുമല്ല. ആ ടീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാ, നമ്മളെ പോലെ ആക്കിയെടുക്കും നമ്മള്. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത് ലേറ്റസ്റ്റ് ആയി ജോയിൻ ചെയ്ത കുട്ടി ഷഹല എന്ന് പറഞ്ഞ കുട്ടി. ഷഹല കുറച്ചുകൂടെ ഒരു എന്താ പറയുക റിസർവ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരുന്നു. ഭയങ്കര റിസർവ്ഡ് ആയിട്ടിരിക്കുന്ന കുട്ടിയാണ്. ആ കുട്ടിയാണ് ഇപ്പൊ ഏറ്റവും ഫണ്ട് നമ്മളെ ടീമില്. മനസ്സിലായോ? നമ്മളെ ടീമിൽ എത്തിക്കഴിഞ്ഞാൽ കേടെടുത്തൊന്നും അറിയില്ല. നമ്മൾ അങ്ങനെ കേടെടുത്ത മാഫിയയിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളും ഒരു മാഫിയയെ മാറുവക്കല്ലാണ്. നമ്മൾ നന്നായിട്ട് സംസാരിപ്പിക്കും അവരെ കൊണ്ട്. എല്ലാം ഓപ്പണായി സംസാരിപ്പിക്കും. പിന്നെ അവിടെ വേറെ ഒന്നും ഇല്ലല്ലോ, മറച്ചെക്കാനോ നമ്മൾ ഹൈഡ് വെക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. കറക്റ്റ്. അപ്പൊ എങ്ങനെയാണ് ആ കൾച്ചർ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ, ഡു യു ഗോ ഓൺ ട്രിപ്സ്? നിങ്ങൾ പുറത്ത് ഭക്ഷണം കഴിക്കാം, മീൻസ് അതൊരു നമ്മൾ സ്ഥിരമായിട്ട് ഇടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പോകും, ചാടിക്കാൻ പോകും. നമ്മൾ ഷൂട്ടിനൊക്കെ പുറത്താ പോവാ, റിസോർട്ടുകളിലാണ് പോവാ. അപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ഒരു 3 ദിവസമൊക്കെ സ്റ്റേ ചെയ്യും. മൂന്നാറിലോ വയനാട്ടിലോ ഒക്കെ സ്റ്റേ ചെയ്യും ഷൂട്ടിന് വേണ്ടി പോകുമ്പോൾ. പിന്നെ ഷൂട്ടുകളൊക്കെ പുലർച്ചെ 4 മണി വരെ 5 മണി വരെയൊക്കെ നീണ്ടിക്കാറുണ്ട് ഷൂട്ടൊക്കെ. അപ്പൊ അപ്പോഴൊക്കെ അത്രയും നമ്മൾ സമയം കണക്റ്റഡ് അല്ലേ. മറ്റു സ്റ്റാഫിനേക്കാൾ ഉപരി നമ്മൾ ഇവരായിട്ട് കണക്ട് ആവാൻ കാരണങ്ങൾ ഇതാണ്. ഭയങ്കര കണക്ട്, ബേസിക്കലി ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ്. പിന്നെ ഫാമിലിയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ് എല്ലാവരും. എല്ലാ ഫാമിലിയായിട്ടും ഹരിയുടെയും ഫറാസിന്റെയും ഐഷയുടെയും അബ്ഷിയുടെയും ഷാലിയുടെ ഒക്കെ നമുക്ക് അറിയാം. ആദ്യ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ ഫാമിലിക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വീഡിയോയിൽ മക്കളെ കാണിക്കുമ്പോഴേ ഓഫ്കോഴ്സ് നമുക്കറിയാലോ. ഒന്നാമത് കുറെ പേരും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എല്ലാ പ്രസന്റേഴ്സിനോടും പറയാറുള്ളതാ. കാരണം ഇവര് വീട്ടിൽ നിന്ന് പറയാ ഷൂട്ടിന് പോവാന്ന് പറഞ്ഞ പോവാ. പാരന്റ്സിന്റെ ഉള്ളിൽ ഷൂട്ട് എന്ന് പറയുമ്പോൾ പല ഷൂട്ടുകൾ ഉണ്ടായിരിക്കും. ഞാൻ പറയാറില്ല, ഒരു ദിവസം ഷൂട്ടിന് വരുമ്പോൾ നിങ്ങൾ ഓലും കൊണ്ടുവരും. എന്താ നടക്കണത് ഉമ്മാനിപ്പാനി കൊണ്ടുവരും. ഇവിടെ എന്താ നടക്കുന്നത് കാണിച്ചു ഇങ്ങനെ കൊണ്ടുവരിക. അങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നമല്ല. ഇവിടെ നടക്കുന്ന ഇതാണ്. നമ്മൾ ഇൻഫോർമേറ്റീവ് അല്ല കോണ്ടന്റ് എൻഡ് ഓഫ് ദ ഡേ നമ്മൾ പഠിപ്പിക്കാൻ ചെയ്യുന്നത്, ഫണ്ടിലൂടെ പഠിപ്പിക്കാന്നുള്ളത്. അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ഇവർക്ക് ഓക്കെ ആയി. ഇപ്പൊ ഐഷയുടെയും പണ്ട് ഐഷന്റെ ഉപ്പനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്ക് 5 മണിക്കുള്ളിൽ അവള് പറഞ്ഞേട്ടോ. ഇപ്പൊ ഐഷ 10 മണിക്കും കയറിലുള്ളതാണ് ഞാൻ കേട്ട് വരും. മനസ്സിലായോ? അത് മനസ്സിലാക്കിയാൽ മതി. നമ്മള് ഐഷ എന്ന് പറയുന്ന കുട്ടി അല്ലെങ്കിൽ അബ്ഷി എന്ന് പറയുന്ന കുട്ടി, ഷഹല എന്ന് പറയുന്ന കുട്ടി എന്തിനോട് വോക്കിന് വരുന്നത്, അവരിരിക്കുന്ന വർക്ക് എന്താണെന്നും ആളുകൾക്ക് വിസിബിൾ ആണ്, പാരന്റ്സിന് വിസിബിൾ ആണ് കാര്യങ്ങളൊക്കെ. അപ്പൊ ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്ന നല്ല കാര്യങ്ങളല്ലേ, വേറെ ഒന്നും നമ്മളോട് ചെയ്യുന്നില്ലല്ലോ. തന്നെ അപ്പൊ നിങ്ങൾ ബേസിക്കലി ഓരോ ഫാമിലിനോട് കോൺഫിഡൻസിൽ എടുക്കും. നമ്മൾ എല്ലാവരും കണക്റ്റഡാ നടത്തിയെടുക്കാറ്. നമുക്ക് അറിയാലോ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കോൺഫിഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തെറ്റൊന്നും ചെയ്യില്ല. ഇല്ലല്ലോ. അവർക്കും കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ അവർ എക്സ്പോഷർ കിട്ടിക്കുന്ന അത് ഫാമിലിക്കും ബെനിഫിറ്റ് ഉള്ള കാര്യമല്ലേ. ഓഫ്കോഴ്സ് നല്ല ബെനിഫിറ്റ് ഉള്ള കാര്യമല്ല. അങ്ങനെ ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ക്രിയേറ്റേഴ്സിനെ വളർത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഇവർക്ക് വേറെയും ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ്സും ബ്രാൻഡ് ഡീൽസും കിട്ടും.
സോ ഇതൊക്കെ ആഡഡ് അഡ്വാൻറ്റേജ് ആയി മാറുകയാണ് അല്ലേ? പക്ഷെ അവരതൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഏകദേശം ഞാൻ തന്നെ ആയല്ലോ. ആ ഒരു പ്രൊമോഷൻസ് ഒക്കെ അപ്ഷിന്റെ ഐഷ്യന്റെ ഒക്കെ ഏകദേശം പ്രൊമോഷൻ ഫസ്റ്റ് വരുന്ന എന്റെ കയ്യിലായിരിക്കും. ഞാനാണ് അവരെ പാക്കേജ് ഫിക്സ് ചെയ്യാറുള്ളത്. അവരെ സോഷ്യൽ മീഡിയ ലൈഫിലുള്ള ലൈക്ക് എങ്ങനെ പോണം, മുന്നോട്ട് പോകണം എന്നുള്ള പാക്കേജും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു ഗൈഡ് ചെയ്യാറുണ്ട് നമ്മള്. ആദ്യം ഒരു ടീം അപ്രോച്ച് ചെയ്താലും ആദ്യം ഐഷപ്പ് നമ്മളെ വിളിക്കാം, സർ ഇങ്ങനെ ഒരു ടീം വന്നിട്ടുണ്ട് ചെയ്യണോ. അപ്പൊ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ ടീമിനും അറിയാലോ, ഇവിടെ ഏകദേശം എല്ലാ കമ്പനിയെ കുറിച്ച് അറിയാം, നല്ല പ്രൊഫൈൽ ആണോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മൾ എല്ലാം ചെയ്യാറുള്ളത്. അതായത് അവരെ ബ്രാൻഡിനെ സപ്പോർട്ടായി ചെയ്യാത്ത അവരുടെ ഫേസിന് അത് മോശം വരുത്താത്ത ബ്രാൻഡുകൾ മാത്രമേ നമ്മൾ അപ്രോച്ച് ചെയ്യാറുള്ളൂ, നമ്മൾ എടുക്കാറുള്ളൂ, എൻഡോസ് ചെയ്യാറുള്ളൂ. ഇംഗ്ലീഷ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലാത്ത ഏത് ബ്രാൻഡിലും അവർക്ക് പ്രൊമോഷൻ ചെയ്യാനുള്ള എല്ലാവിധ റൈറ്റും അവർക്ക് ഉണ്ട്. നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇന്ന ചെയ്യരുത് ഇന്ന ചെയ്ത്, ഇംഗ്ലീഷ് റിലേറ്റഡ് ചെയ്യരുത് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഇവിടെ വന്ന ഫേസ് വേറെ കമ്പനി പോകുന്നതുകൊണ്ട് വലിയ താല്പര്യം, അത് അവർക്കും താല്പര്യമില്ല. അപ്പൊ പറഞ്ഞ പോലെ അതൊരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ആണ്, ഒരു ഫ്രണ്ട്ഷിപ്പ് ആണ്. അതിന്റെ പുറത്തുണ്ടാവുന്ന അതിന്റെ പുറത്ത് അവർക്ക് വേറൊരു ബ്രാൻഡ് ആയിട്ട് ചെയ്യാൻ തോന്നില്ല. ഇല്ല, അതാണ് ബേസിക്കലി വേണ്ടത്. മണി മോട്ടീവ് അല്ല. ഈ മണി മോട്ടീവ് ആയി നിൽക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങൾ വരിക. പേയ്മെന്റ് കുറവാണ് അല്ലെങ്കിൽ പേയ്മെന്റ് കൂടുതലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കഷൻസ് ഒക്കെ വരുന്നുണ്ടായിരിക്കും. ഇതിന്റെ അപ്പുറത്തേക്ക് പേയ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പൊ കഫേന്ന് കിട്ടുന്ന സാലറിന്റെ 10 ഇരട്ടി പുറത്തുനിന്ന് അവർക്ക് കിട്ടുന്നുണ്ടായിരിക്കാം ഈ പ്രൊമോഷൻസ് ത്രൂ ഒക്കെ. പക്ഷെ അതിന് റീസൺ വരുന്നത് ഇംഗ്ലീഷ് കഫേയാണ്. അതെ, അതാണ് ബ്രെഡ് ആൻഡ് ബട്ടർ. അതാണ് ഓടിച്ചോണ്ട് എക്സാക്ട്ലി. പയ്യമല്ല നേരത്തെ പറഞ്ഞ പോലെ അവരെ പേജിൽ ഒരു 3 മാസം കോണ്ടന്റ് ഇട്ടിട്ടില്ലെങ്കിലും അവര് ലൈവായിട്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ പേജിൽ. നമ്മുടെ പേജിൽ ഡെയിലി കോണ്ടന്റ് പോകുന്നുണ്ട്. അപ്പൊ ഓഡിയൻസ് അവർ മറക്കുന്നില്ല, ഒരിക്കലും മറക്കുന്നില്ല. വൺസ് മറന്നു കഴിഞ്ഞാൽ മാത്രമാണ് അവരെ ഫെയ്ഡ് ആയി വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ അവരെല്ലാ കാര്യങ്ങളും പ്രൊമോഷൻസ് കാര്യങ്ങൾ നമ്മൾ ഹാൻഡിൽ ചെയ്യാറില്ല. അവർ പേജിന്റെ കാര്യങ്ങൾ കൂടുതലും നമ്മളായിട്ട് ചെയ്യാറുള്ളത്, കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാറില്ല. പ്രൊമോഷൻസ് ഒക്കെ നമ്മൾ തന്നെ കൂടുതൽ ഹാൻഡിൽ ചെയ്യാറുള്ളത്. അതെ, എല്ലാം നിങ്ങളാണ്, പിന്നെ നിങ്ങളാണ്. അപ്പൊ ഷിബിലിനെ നോക്കിയാൽ മതി എന്ത് നടക്കണമെങ്കിലും. ഒന്നാമത് നമ്മളടുത്ത് ആദ്യം അപ്രോച്ച് വരിക, നിങ്ങളെ ഐഷനെ വെച്ച് നമുക്ക് അഭിഷിനെ വെച്ച് ചെയ്യാൻ പറ്റുമോ, ഫറാസിനെ വെച്ച് ചെയ്യാൻ പറ്റുമോ, ഹരിനെ വെച്ച് ചെയ്യാൻ പറ്റുമോ, നിങ്ങളൊന്നും ചെയ്തു തരുമോ ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന എല്ലാം ന്യൂ. എനിക്കൊന്ന് ബാക്കിയുള്ള ബ്രാൻഡ്സിനും ഇത് അറിയാം. ബെസ്റ്റ് ഷിബിലിനോട് ഡയറക്ട്ലി സംസാരിക്കുന്നതാണ് കൂടുതൽ വരാറുള്ളത്. അപ്പൊ നമുക്ക് ബെസ്റ്റ് ആയിട്ടുള്ള മാത്രമേ ചൂസ് ചെയ്താണ് കൊടുക്കാറുണ്ട്. കാരണം ആ കുട്ടി ഇംഗ്ലീഷ് കഫേയുടെ ഫേസ് അല്ലേ. അപ്പൊ അവർ ഏത് കമ്പനിയിൽ പരസ്യം ചെയ്താലും നേരെ അടിയിൽ വരാം ഇംഗ്ലീഷ് കഫേയിൽ ഐഷ, ഇംഗ്ലീഷ് കഫേയിൽ ഹരി, ഇംഗ്ലീഷ് കഫേയിലെ ഷിബില്, ഇംഗ്ലീഷ് കഫേയിൽ അപ്ഷി എന്നാ വരുന്നുണ്ടായിരിക്കാം. അത് പോണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അവരുടെ പേരിന് മുമ്പ് ബ്രാൻഡ് നെയിം പ്ലേസ് ചെയ്യുന്നുണ്ട് ആളുകൾ എപ്പോഴും. അതുവഴിയാണ് അവർ അറിയപ്പെട്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ചെയ്യുന്ന ഒരു പ്രൊമോഷൻ നമ്മൾ ബാധിക്കരുതല്ലോ, ഒരു മോശപ്പെട്ട പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അതിൽ ഇൻവോൾവ് ആകുന്നത്. നമുക്ക് വേറെ അത് നല്ലൊരു എന്താ പറയാ രീതിയാണ് നിങ്ങൾ ഇൻവോൾവ് ആവുന്നത്. കാരണം മേ ബി സംടൈംസ് അവർക്ക് തന്നെ പറയാൻ പറ്റില്ല ഇസ് ദിസ് ഗുഡ് ഓർ ബാഡ് ഫോർ മീ എന്നല്ലേ. പിന്നെ കുറച്ചുകൂടെ നമ്മൾ മാർക്കറ്റിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ആ കമ്പനിയെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാം, അവരെയൊക്കെ നമുക്ക് കൂടുതൽ അറിയുന്നുണ്ടായിരിക്കും. അപ്പൊ ഞാൻ പറയും ഇന്ന കമ്പനിയാണ്, ഇതാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഞാൻ നോക്കിയ സമയത്ത് ഇങ്ങനെ കണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഒരു ഗൈഡ് കിട്ടും. അതിനനുസരിച്ച് ഡിസിഷൻസ് ഒക്കെ കംപ്ലീറ്റ്ലി അവളതാണ് എല്ലാവരും തന്നെ എടുക്കാറ്. കറക്റ്റ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു ഡിസ്കഷനിൽ ഇപ്പൊ ഞാൻ നോക്കുന്നത് നമ്മളെ ഓഡിയൻസ് തന്നെ D2C അല്ലെങ്കിൽ ഇ കൊമേഴ്സ് ചെയ്യുന്നവരാണ്. അപ്പം കോണ്ടന്റ് ഇല്ലാണ്ട് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എല്ലാം കോണ്ടന്റിന്റെ മുകളിലാണ് സംഭവിക്കുക. അപ്പൊ ഇങ്ങനെ ഒരു കോണ്ടന്റ് ടീം ഏകദേശം ഒരു ഐഡിയ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവും, ഇങ്ങനെ ഒരു കോണ്ടന്റ് ടീമിനെ എങ്ങനെ ഉണ്ടാക്കാന്നില്ല. പക്ഷെ നിങ്ങളൊരു സ്ട്രക്ചർ ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചർ ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ നമുക്കൊരു അടിപൊളി കോണ്ടന്റ് ടീമിനെ ഇൻഹൗസ് ബിൽഡ് ചെയ്യാം? ആദ്യം നമുക്കൊന്നും പെർമനന്റ് ആയിട്ടുള്ള സ്റ്റാഫ് ആയിരുന്നില്ല. ഒരു 2020 നമുക്ക് പെർമനന്റ് സ്റ്റാഫ് ഇല്ല. 20 ലാസ്റ്റിലേക്കാണ് നമുക്ക് പെർമനന്റ് സ്റ്റാഫ് വരുന്നത്. ആദ്യം ഞാൻ ഒരു വീഡിയോ എഡിറ്റർ ആയിരുന്നു. ഹരി ആയിരുന്നു എന്റെ ആദ്യത്തെ വീഡിയോ എഡിറ്റർ. വീഡിയോ എഡിറ്റർ കോണ്ടന്റ് ക്രിയേറ്ററിൽ വരുന്ന പ്രസന്റർ ആയിട്ട് നിൽക്കുന്ന ഹരിയായിരുന്നു ആദ്യം വീഡിയോ എഡിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരൊറ്റ ആൾ പോരാട്ടായിരുന്നു. ഹരിയായിരുന്നു ആദ്യം എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഫ്രീലാൻസ് ആയിരുന്നു അല്ല, ഓഫീസിൽ വന്നിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഒരാളെയും കൂടി എടുത്ത് അവർക്ക് കുറച്ച് ഇത് കൂടിയ സമയത്ത് ഒരാളെയും കൂടി എടുത്ത്, വർക്ക് കൂടിയ സമയത്ത് ഒരാളെയും കൂടി എടുത്ത്, പിന്നെ പ്രസന്റർ ആഡ് ചെയ്ത് ഓരോരുത്തരും ഓരോ സമയത്താണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒറ്റയടിക്ക് ഒരു ടീമിനെ ഒത്തായിട്ട് എടുത്തിട്ടൊന്നുമില്ലായിരുന്നു. അത് ഒരാളാണ് പ്രസന്റർ മാത്രം ഉണ്ടായിരുന്നത്. പിന്നെ അത് 2 പേരായി, 3 പേരായി, 4 പേരായി, 6 ആയി. ഇപ്പൊ ഞങ്ങളുടെ ഡിജിറ്റൽ ടീമിൽ ഏകദേശം 10-12 പേരുണ്ട്. വീഡിയോ എഡിറ്റേഴ്സ്, ഡിസൈനേഴ്സ്, കോണ്ടന്റ് റൈറ്റർ, കോണ്ടന്റ് പ്രസന്റേഴ്സ്, ഡിജിറ്റൽ ഡയറക്ടേഴ്സ്, അങ്ങനെ വന്നിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലൊക്കെ ചെയ്യുന്ന ഒരു 10-12 ടീം മെമ്പേഴ്സ് ഉണ്ട് നമുക്ക്. ഈ ടീം മെമ്പേഴ്സിനെ ക്രിയേറ്റീവ് ആയുള്ള സൈഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് അവരുടേതായിട്ട് ഫ്രീഡം കൊടുക്കണം. ഒരിക്കലും ഒരു അക്കാഡമിക് ലെവലിൽ വർക്ക് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഒരു IT ലെവലിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൊടുക്കുന്ന സ്ട്രെസ്സോ അല്ലെങ്കിൽ ഈ ഇന്ന സമയത്തിനുള്ളിൽ ഇന്ന സമയത്ത് കയറി വരണം, ഇന്ന സമയത്തിൽ ഇറങ്ങിപ്പോകണമെന്നോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. കുറച്ചുകൂടെ ഓരോ വൈക്ക് വിടുക, നമുക്ക് കറക്റ്റ് സാധനം കിട്ടുന്നുണ്ട് നോക്കിയാൽ മതി. നമുക്ക് ഏകദേശം കിട്ടുന്നുണ്ടോ? ഞങ്ങൾക്ക് ഒരു ദിവസം 4 കോണ്ടന്റ് അപ്ലോഡ് ആവും.
ഒരു ഫൺ വീഡിയോ, ഒരു ക്ലാസ് വീഡിയോ, ഒരു ട്രാൻസ്ലേഷൻ വീഡിയോ, ഒരു റോ വീഡിയോ, ഒരു ദിവസം ഒരു 4 കോണ്ടന്റ് നമുക്ക് content. കിട്ടും. അപ്പൊ ഈ 4 കോണ്ടന്റ് പ്രോപ്പർ ടൈമിൽ നമുക്കൊരു ചാർട്ട് ഉണ്ട് ആക്ച്വലി. 6 മണിക്ക്, 8 മണിക്ക്, 12 മണിക്ക്, 1 മണിക്ക്, അങ്ങനെ ചാർട്ട് ഉണ്ട്. ആ സമയത്ത് വീഡിയോ പോകണ്ടെന്ന് നോക്കിയാൽ മതി. ഞാൻ ആ വീഡിയോ പോയിട്ടില്ലെങ്കിൽ മാത്രം ഗ്രൂപ്പിൽ ചോദിക്കാം, ഇന്ന് എന്തുകൊണ്ട് ഫറാസ് വീഡിയോ പോയില്ല ചോദിക്കാം. ഫറാസ് ആണ് ഡിജിറ്റൽ ഡയറക്ടർ, അപ്ലോഡിങ്സും കാര്യങ്ങളും നടത്തുന്നത്. മനസ്സിലായി. അപ്പൊ അവൻ പറയും ഇന്ന എഡിറ്റർ നിങ്ങൾക്ക് തന്നിട്ടില്ല പറയും. അപ്പൊ ആ എഡിറ്ററോട് ഞാൻ ചോദിക്കാം എന്താ പ്രശ്നം ചോദിക്കാം. അവിടെ മാത്രമേ ഒരു ക്വസ്റ്റ്യനിങ് വരുന്നുള്ളൂ. മറ്റേത് അവര് വൈക്കിട്ടൊക്കെ അവർക്ക് വേണ്ട രീതിയിൽ ഈ സാധനം നടക്കണമെന്ന് അറിയാം. ഞാൻ അപ്പൊ എപ്പോഴും ഞാൻ പറയുന്ന കാര്യമാണ്, ആര് മരിച്ചാലും വീഡിയോ പോകട്ടോ. അവര് പല സമയത്ത് ട്രിപ്പ് പോകും, ടൂറൊക്കെ പോകും, നോ ഇഷ്യൂസ്, പോയിക്കോളൂ. അതിന് മുമ്പ് 2 ദിവസം വീഡിയോ ഷെഡ്യൂൾ സമയത്തിന് സാധനം പോയിരിക്കണം. നിങ്ങൾ എവിടേക്കാണെങ്കിലും പോയിക്കോളൂ, എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. സാർ ഒന്ന് ഉച്ചക്ക് പോകണം, പൊക്കോളൂ. വീഡിയോ വേണം. ഇവർക്കൊക്കെ ഒരു ദിവസം ഒരു വീഡിയോ ചെയ്യാൻ അതാണ് ചെയ്യുന്നത്. ഞാൻ പറയും എല്ലാ സാറ്റർഡേ 5 മണിയെന്നൊരു സമയം ഉണ്ടെങ്കിൽ വീഡിയോ സാധനം പോകണം. എക്സാക്ട്ലി. ചോദ്യം പറച്ചിലൊന്നുമില്ല. നിങ്ങൾ എവിടെ വേണമെങ്കിൽ പോയിക്കോളൂ, ലീവ് എടുത്തോളൂ, വർക്ക് ഫ്രോം എടുത്തോളൂ, നോ ഇഷ്യൂസ്. പക്ഷെ വീഡിയോ നമ്മൾ ആ സമയത്ത് കയറണം, അത്ര നമ്മൾ പറയും. കറക്റ്റ്. അതുണ്ടെങ്കിൽ നമ്മളൊക്കെ ഉള്ളൂ. ഓഫ് കോഴ്സ് കറക്റ്റ്. കാരണം അവർക്ക് അറിയാലോ, അത് കയറി കഴിഞ്ഞാൽ കമ്പനിക്ക് ബെനിഫിറ്റ് ഉണ്ട്, പ്ലസ് അവർക്ക് ബെനിഫിറ്റ് ഉണ്ട്. വീഡിയോയിൽ ഫേസ് കൊടുക്കുന്ന ആളുകൾക്ക് ബെനിഫിറ്റ്, കമ്പനിക്ക് ബെനിഫിറ്റ് ഉണ്ട്, നമുക്ക് ഇൻകം വരുന്നുണ്ടോടൊപ്പം തന്നെ അവർക്കൊരു ബെനിഫിറ്റ് വരുന്നുണ്ടല്ലോ. കറക്റ്റ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ പറഞ്ഞ പോലെ അവരെ പണിക്ക് വിടുക. ജസ്റ്റ് ലീവ് ദം അലോൺ. എവിടെയോ പോയിക്കോട്ടെ, വർക്ക് ഫ്രം ഹോമോ, ഹൈബ്രിഡോ, ഓഫീസിൽ വരിക, ഒന്നും ഒരു പ്രശ്നമില്ല. പക്ഷെ സാധനം നടക്കണം, സാധനം കിട്ടണം. അത് എന്തായാലും ഇവൻ സൺഡേസ് വരെ നമുക്ക് അപ്ലോഡിങ്സ് ഉണ്ട്. പക്ഷെ നമ്മളെ പിള്ളേർ അത് ചെയ്തു തരും. നമുക്ക് സാറ്റർഡേ ആണ് ചെയ്തു വെക്കുന്നെങ്കിൽ സൺഡേ ഒഴിവില്ല സമയത്ത് ചെയ്യും. കാരണം ഒരു എഡിറ്റർക്ക് ഒരു വീഡിയോ ചെയ്യാനേ കൊടുത്തിട്ടുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് സ്ട്രെസ്സോ വർക്ക് ലോഡോ അവർക്കില്ല. ഒരു ദിവസം ഒരു വീഡിയോ ഒരു എഡിറ്റർക്ക് ചെയ്യാനുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഭയങ്കര ഈസിയാ. ഒരു വീഡിയോ ചെയ്യാൻ മാക്സിമം വേണ്ടത് 1 hour 2 hours ആ. ബാക്കി സമയം ഒരു ഫ്രീ ആ, നോ ഇഷ്യൂസ്. ആ സമയത്ത് കോണ്ടന്റ് പ്രിപ്പറേഷനിൽ ഇരിക്കും ഞങ്ങള്. അങ്ങനെ ചെയ്യാറുണ്ട് നമ്മള്. മനസ്സിലായി. അപ്പൊ നിങ്ങളൊരു റിപ്പോസിറ്ററി ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടോ? അതായത് ഫോർ എക്സാമ്പിൾ ഇന്ന് പോകേണ്ട വീഡിയോ ഒന്ന് ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ നാളെ ഷൂട്ട് ചെയ്ത് നിങ്ങളൊരു ഒരു എന്താ പറയാ സ്റ്റാഷ് ഓഫ് വീഡിയോസ് നിങ്ങൾ റെഡിയാക്കി വെക്കാം. റെഡിയാക്കി വെക്കും. എത്ര കാലത്തേക്ക് വെക്കും? നമ്മള് ഈ ക്ലാസ് ടൈപ്പ് വീഡിയോസ് ഒക്കെ ഉണ്ട്, ക്ലാസ് എടുക്കുന്ന രീതിയിലുള്ള വീഡിയോസ്. അത് നമ്മള് മന്ത്ലി 3 ദിവസം 4 ദിവസം സ്കെഡ്യൂൾ ചെയ്തുകൊണ്ട് തീർക്കും. 30-40 വീഡിയോസ് എടുത്ത് തീർക്കും. കറക്റ്റ്. ഈ ഫൺ വീഡിയോസ് നമ്മള് ഒരു ദിവസം 5 എണ്ണം ഒക്കെ എടുത്ത് വെക്കും ചില സമയത്ത്. പണ്ടൊക്കെ നമ്മൾ 10, 12, 13, 20 ഒക്കെ എടുത്ത വീഡിയോസ് സമയമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചുകൂടെ നമ്മൾ കോണ്ടന്റിലും കൂടി കുറച്ച് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ, പിന്നെ പണ്ട് ഒറ്റ ക്യാമറയിൽ എല്ലാം എടുത്തിന്. ഇപ്പൊ 3 ക്യാമറ, 3 സൈഡിൽ നിന്ന് 3 ആംഗിൾ. അപ്പൊ നിങ്ങൾക്ക് അറിയാലോ അതിന് ബുദ്ധിമുട്ട് എന്തൊക്കെയുണ്ട്. സെറ്റപ്പ് കൂടിയപ്പോ നമുക്ക് ഔട്ട് കുറഞ്ഞിട്ടുണ്ടാവും, ബട്ട് അത് ക്വാളിറ്റി കൂട്ടിയിട്ടുണ്ടാവും. മനസ്സിലായി. കോണ്ടന്റിന്റെ വിഷ്വലിന്റെ ഒക്കെ ക്വാളിറ്റി കൂടിയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇപ്പൊ ഫൺ വീഡിയോസ് ഒക്കെ ഒരു ദിവസം 2, 3, 4 എടുത്ത് വെക്കാറുണ്ട്. ചില സമയത്ത് ഒറ്റ സ്ട്രെച്ചിൽ പോകട്ടോ. ചിലപ്പം ഓഫീസിക്ക് വന്ന മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലും കോണ്ടന്റ് എടുക്കണമെന്നുണ്ട്, വരുന്ന മുതലേ ഞങ്ങൾ ക്യാമറ വെച്ച് പിന്നാലെ നടക്കും, ഫോൺ വരെ എടുക്കും. ഇപ്പൊ 5 എപ്പിസോഡൊക്കെ ഒറ്റ ദിവസം അത്. അപ്പൊ നിങ്ങൾക്ക് എത്ര ദിവസത്തേക്കുള്ള, ഫോർ എക്സാമ്പിൾ ഞങ്ങൾ എടുത്ത ഒരു മാസത്തേക്കുള്ള കണ്ടന്റ് റെഡിയാണ് ഓൾറെഡി, അങ്ങനെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കലുണ്ടോ? ഞങ്ങളിതില് ഏകദേശം ഒരു 15 ദിവസത്തേക്കുള്ള കോണ്ടന്റ്, ഒരു മാസത്തേക്കുള്ള നമ്മൾ റെഡി ആയിരിക്കും. എപ്പോഴും പിന്നെ ആര് ലീവ് എടുത്താലും പ്രശ്നമല്ല. ഏതായാലും മിനിമം 2 വീഡിയോ എങ്കിലും എല്ലാ ദിവസവും പോകും. മനസ്സിലായോ? ഈ ഫൺ വീഡിയോസ് സ്ക്രിപ്റ്റഡ് സാധനങ്ങൾ ചെയ്തോണ്ടിരിക്കും. ബേസിക്കലി നിങ്ങളുടെ അടുത്ത് 15 ദിവസത്തേക്കുള്ള റിപ്പോസിറ്ററി എല്ലാം റെഡി. പിന്നെ എല്ലാ ദിവസവും ഷൂട്ട് ചെയ്തോണ്ടേ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കല, പിന്നെ റീചാർജ് ചെയ്യണോ ഇങ്ങനെ ചെയ്ത് കൊടുക്കല. മനസ്സിലായി. ഓക്കെ, ഇനി നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് ആക്ച്വലി, ഒരു മാഫിയ ഗ്രൂപ്പ് പറഞ്ഞിട്ട്. അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നോക്കട്ടെ എന്തൊക്കെ വന്നതെന്ന്. വിനീത് ശ്രീനിവാസന്റെ സെലിബ്രിറ്റി ആൻഡ് എൻഡോഴ്സ്മെന്റ് ട്രസ്റ്റ് ആൻഡ് അവയർനെസ് ക്രിയേറ്റ് ചെയ്തോ? യെസ്, അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഞാൻ വേറെ സാധനം നോട്ട് ചെയ്തത്, നിങ്ങൾ ടക്കറിട്ട് ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ട് എന്ന് ഡൗട്ട് എനിക്കുണ്ട്. ഞാൻ നിങ്ങളെ കുറച്ച് കണ്ടന്റുകൾ അവിടെയും ഒക്കെ കണ്ടപ്പോൾ യു ഹാവ് ദാറ്റ് ഗട്ട് ഫീലിംഗ്, ടക്കറിട്ട് ആൾക്കാരെ ഹയർ ചെയ്യുന്നുണ്ടോ? ഈ കോണ്ടന്റ് ക്രിയേഷനിലേക്കാണോ അതോ മറ്റു സ്റ്റാഫ്? കോണ്ടന്റ് ക്രിയേഷനിലേക്ക്. അത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ ടെക് എന്ന് കാണുന്ന നിങ്ങള് ചിലപ്പോ വീഡിയോയിൽ പെട്ടെന്ന് കാണുന്നതായിരിക്കും, ബട്ട് അതിന് മുമ്പ് ഒരുപാട് പ്രോസസ് ഉണ്ട്. ഒരാള് ഞാൻ അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ കൂടുതൽ ആൾക്കാരുണ്ടാവാറുണ്ട്. ഔട്ട്ബൗണ്ട് ആണ്. അവരുടെ പ്രൊഫൈൽ നോക്കി അവരോട് അപ്രോച്ച് ചെയ്ത് അവർ ഓക്കെ ആയിട്ട് 1 day നമ്മൾ ഒരു ഡയറക്റ്റ് ഒരു മീറ്റിംഗ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യും. ആ മീറ്റിംഗിൽ എനിക്ക് നമുക്കൊരു തോന്നും ഈ കുട്ടി ഓക്കെ ആയിരിക്കും, ക്യാരക്ടർ ഓക്കെ ആയിരിക്കണം, ആ കുട്ടിക്ക് ക്യാമറ ഫേസ് കാര്യങ്ങളൊക്കെ നോക്കണം നമ്മള്, പിന്നെ ലാംഗ്വേജ് നോക്കണം, അങ്ങനെ നോക്കും നമ്മള്. അത് നോക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു ഓഡീഷൻ ഉണ്ട് ആക്ച്വലി, ഒരു ട്രയൽ ഷൂട്ട് നമ്മൾ നടത്തും. നമ്മുടെ ടീമിന്റെ കൂടെ ജെല്ലാവുന്നുണ്ടോ നോക്കും.
പിന്നെ ഒരു ദിവസം നമ്മൾ ഷൂട്ട് കാണാൻ പറയാൻ വരാറൊക്കെ ഉണ്ട്. നമ്മൾ ഷൂട്ട് കണ്ടിട്ട് നമ്മുടെ ടീം ഇതാണ്, ഞങ്ങൾ ഇത്രയും ഓപ്പൺ ആയിട്ട് സംസാരിക്കുക, ഇത്രയും വൃത്തിയായിട്ട് സംസാരമൊക്കെ ഉണ്ടാവും ചിലപ്പോ, ഇത്രയും ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്, ബേസിക്കലി ഫ്രണ്ട്സ് ആണ്. ഇപ്പം ഒരിക്കലും ഇന്ന പോലെ ഷിബിൽ സാർ ഒന്നും അല്ലെങ്കിൽ ഒന്നും വിളിക്കാറില്ല. ചിലപ്പോൾ ഡാ വിളിക്കേണ്ടി വരും, നീ പോടാന്ന് പറയേണ്ടി വരും, അങ്ങനത്തെ ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഞങ്ങളെ ടീം നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കും. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഒരാളെ വീഡിയോക്ക് ഇൻവൈറ്റ് ചെയ്യല്. കാരണം എന്താ പറയുക, വൺസ് ഞങ്ങൾ കൂടെ ഒരാൾ വീഡിയോയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി ഞങ്ങളായിട്ട് ഭയങ്കര ജെല്ലായിട്ടുണ്ടാവും. പിന്നെ നമുക്ക് ഒരാളെ ഒഴിവാക്കാൻ എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണ്. അപ്പൊ എടുക്കുന്നതിന് മുമ്പ് ഒരു 100 ആലോചിക്കും ഈ കുട്ടിനെ ഇതാക്കണം. മാത്രമല്ല ഞങ്ങൾ ഒരു കുട്ടീനെ 10 ദിവസം വീഡിയോയിൽ കാണിച്ചിട്ട് 11ാമത്തെ ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടില്ല, ഓഡിയൻസ് ചോദിച്ചു തുടങ്ങും മറ്റേ കുട്ടി എവിടെ, ആ പുതിയ കുട്ടി എവിടെ, അത് ചോദിച്ചു തുടങ്ങും. അതും പൈസ അല്ലതില്ല നമുക്ക്, അതിന് റിപ്ലൈ കൊടുക്കണം. ആ കുട്ടി താൽക്കാലികം വന്നത്, ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരാൾ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല ചൂസ് ആയിട്ട് തന്നെ നമ്മൾ എടുക്കാറില്ല. ഓക്കെ, ഇത് പറഞ്ഞപ്പോ സർ കൾച്ചർ, ഞാൻ പല സ്ഥലത്ത് എനിക്ക് ഭയങ്കരമായിട്ട് സാറ്, എനിക്ക് അത് കേൾക്കുമ്പം തന്നെ മനസ്സിലാവും ടച്ചാൻ അവർക്കൊരു ന്യൂ ഏജ് ടീമിനെ ബിൽഡ് ചെയ്യാൻ കഴിയൂല. എന്താണ് നിങ്ങളെ അഭിപ്രായം? സർ കൾച്ചറോട് എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ്. ഒന്നാമത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ സെയിം ഏജ് ഗ്രൂപ്പിലില്ല കൂടുതലും. കറക്റ്റ്. അപ്പൊ എന്റെ മുകളിൽ ഏജിലുള്ള ആൾക്കാർ വളരെ കുറവാണ്, ഒരു 3-4 പേരൊക്കെ ഉണ്ടാവുള്ളൂ, ബാക്കിയൊക്കെ സെയിം ഏജിലുള്ള ആൾക്കാരാണ്. കറക്റ്റ്. ഈ ഒരേ ഏജ് ഗ്രൂപ്പിലാവുമ്പോൾ നമുക്ക് ഡാപ്പോടെ ആ ബന്ധം കിട്ടുമ്പോൾ സ്റ്റാഫ് ബോസ് അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് ഒരു മെന്റലി അല്ലെങ്കിൽ പേഴ്സണലി കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റും. കറക്റ്റ്. അവർ പേഴ്സണൽ ലൈഫിലേക്ക് നമുക്ക് കാര്യങ്ങൾ കണക്ട് ചെയ്യാൻ പറ്റും. അവർക്ക് കമ്പനിയുള്ള കമ്മിറ്റ്മെന്റ് കൂടാനൊക്കെ ഇതായിരിക്കും. ഈ ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത്, ഒരിക്കലും നമ്മൾ ഓഫീസിൽ വരുന്ന സമയത്ത് ഒരു കോളേജ് വൈബ് കിട്ടണം എന്നാ പറയാറ്. ഒരിക്കലും ഒരു ഓഫീസ് ഫീൽ ഉണ്ടായത് കോളേജ് കാരണം. ഇപ്പൊ നാളെ ഞങ്ങൾ സെയിൽസ് ഒരു കുട്ടി ചോദിക്കാം, സോ നമുക്ക് സൺഡേയും കൂടി ഓഫീസ് വെച്ചാലോ ചോദിച്ചു. കാരണം വീട്ടിൽ നിന്ന് വരണ ഒരു വീട്ടിലേക്ക് വരണം, 9 വൈകുന്നേരം 4 മണി വരെ ഇരിക്കുമ്പോൾ കോളേജ് വരുന്ന ഫീലാ. നമ്മൾ അങ്ങനെ ട്രീറ്റ് ചെയ്യാം. ഇപ്പൊ ഞങ്ങൾ 4 പേരാണെങ്കിലും അവരടിയിലിരുന്ന വോക്കിയല്. ഇപ്പൊ ഞാൻ എടുക്ക സെയിൽസ് ടീമിന്റെ കൂടെ ഇരിക്കും, ഡിജിറ്റൽ ക്യാബിലെ കൂടുതൽ ഞാൻ ഇരിക്കും, അവരുടെ കൂടെ ഇരുന്ന വോക്കിയല് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ ഒരു സാറിന്റെ ആവശ്യം വരുന്നില്ലല്ലോ, ചോറിക്കാൻ പോരുന്നുണ്ടോ ചോറിക്കാൻ പോരുക, അല്ലാതെ സാർ പോരുന്നുണ്ടോ ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ അവിടെ. 35 or 40 will it still continue be ഇതായിരിക്കും? എനിക്ക് തോന്നില്ല സ്വഭാവം മാറുന്നില്ലേ. 20 വയസ്സുള്ള ആൾ വന്നു കഴിഞ്ഞാൽ ഷിബിലെ എന്ന് വിളിക്കാൻ പറ്റൂലേ? ഓഫ് കോഴ്സ്. ഇപ്പോഴും എനിക്ക് തോന്നുന്നത് +2 കഴിഞ്ഞൊരു കുട്ടി നമ്മളവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ആ കുട്ടി ഷിബിൽ പ്രോ എന്നാണ് ഇപ്പോഴും വിളിക്കുന്നത്. നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. അല്ല, ഞാൻ മനസ്സിലാക്കി അവിടത്തോളം ഈ സർ കൾച്ചർ നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഹാർഡ്. നമുക്ക് തന്നെ ഒരു ഗ്യാപ്പ് വരുവേ, സംസാരിക്കാൻ പറ്റില്ല. സെയിൽസ് ടീമിന്റെ ഒരു പയ്യന് ഭയങ്കര ലോ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു വീക്ക് കാണുകയാണെങ്കിൽ ഞാൻ നേരെ ചെന്ന് തോളിൽ കയറ്റി ചോദിച്ചു, എന്താണ് എന്റെ പ്രശ്നമുണ്ടോ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, മറ്റേ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അല്ലെങ്കിൽ എന്റെ അഫയറിന് എന്തെങ്കിലും പറ്റിയോ, ഒക്കെ നമുക്ക് ഓപ്പണായി സംസാരിക്കാൻ പറ്റും. അങ്ങനെ ആ കുട്ടി ഓപ്പണായി ഇതാക്കും ചെയ്യും. അത് ഭയങ്കര പ്രൊഫഷണലി ഹാൻഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഓപ്പണപ്പായി സംസാരിക്കൂല. കാരണം ഓനക്ക് ഒരിക്കലും ഓന്റെ ബോസിനോട് ഓന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല, കണക്ട് കിട്ടൂല. നമുക്ക് ആ ഒരു ബോണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെർവിൽ അവിടെ നിന്ന് ഒഴിവാക്കണം. പക്ഷെ ഇപ്പോഴും കുറെ കുട്ടികൾ എന്നെ ഷിബിൽ സാർ വിളിക്കുന്നുണ്ട് കേട്ടോ, എല്ലാം ഞാൻ പറയുന്നില്ല. ബട്ട് അതിന്റെ അപ്പുറത്തേക്ക് ആ സെർവിൽ ഉണ്ടെങ്കിൽ അവിടെ ഒരു ഫ്രണ്ട് ഉണ്ട് പോലെ കൂടെ എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ട്. കറക്റ്റ്. മീൻസ് എനിക്ക് ആ സാർ വിളിക്കും. ഇപ്പൊ ഞാൻ ആദ്യം എന്നെ ഷാൻ സാർ എന്ന് വിളിക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഒരു കാര്യം ക്ലിയർ ചെയ്യാം, എന്നെ ഷാൻ എന്ന് വിളിച്ചാൽ മതി. വേറെ എവിടെ നിങ്ങൾ പലതും വിളിക്കുന്നുണ്ടാവും, എനിക്ക് ഷാൻ എന്ന് വിളിച്ചാലേ എനിക്ക് കണക്ട് കിട്ടുള്ളൂ. അതെ, നമുക്ക് ഗ്യാപ്പ് ഉണ്ടാവില്ലല്ലോ ആ വിളിയില്. മറ്റേ സാർ വിളിക്കുക അല്ലെങ്കിൽ ബോസ് വിളിക്കുമ്പോഴൊക്കെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്, നല്ല ഗ്യാപ്പ് ഉണ്ട്. അതില്ലല്ലോ. റൈറ്റ്. നിങ്ങൾ അതിന്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങൾ ഏതോ ഒരു കോണ്ടന്റിൽ കണ്ട്, നിങ്ങൾ ഫ്രണ്ട്സിന്റെ അടുത്തിന് അല്ലെങ്കിൽ അറിയുന്ന ആൾക്കാർ, ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന്റെ അടുത്തിന് ഫണ്ടിങ് എടുത്തിരുന്നു ഫോർ എ ഷോർട്ട് പീരീഡ്. അത് എത്രത്തോളം ഉണ്ടായിരുന്നു? അതെങ്ങനെയാണ് അതിന്റെ ടേംസ് നിങ്ങൾ ഡിസൈഡ് ചെയ്തത്? നമ്മൾ ഈ ബ്രാൻഡ് തുടങ്ങിയ സമയത്ത് അറിയാലോ, നമ്മളൊരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ബിലോ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നാണ് നമ്മൾ 4 പേരും വരുന്നത്. നമ്മളെടുത്ത് അധികം ഫണ്ട് റൈസ് ചെയ്യാനൊക്കെ വളരെ കുറച്ച് ഫണ്ട്, നമ്മളെ സേവിങ്സ് പിന്നെ ഉപ്പാട് എടുത്തൊക്കെ ഒന്നിലും സേവിങ്സ് നമ്മൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് പുറത്തുനിന്ന് ഫണ്ട് വേണം, പക്ഷെ നമുക്ക് ഇൻവെസ്റ്റർ ടൈപ്പ് ആ പരിപാടികൾ നമുക്ക് അറിയില്ല. ടു ബി ഓണസ്റ്റ് നമുക്ക് അറിയില്ല എന്താ അതിന്റെ പർപ്പസ് അല്ലെങ്കിൽ എങ്ങനെയാണ് അത് തുടങ്ങേണ്ടതെന്ന് പറയും. അപ്പോൾ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് കുറച്ച് പേര് ദുബായിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, റിലേറ്റീവ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ നിന്ന് കുറച്ച് ഫണ്ട് നമ്മൾ കളക്ട് ചെയ്ത്, അത് കടമായിട്ട് വാങ്ങിയ ഫണ്ടാണ്, അതൊരു ഇൻവെസ്റ്റ്മെന്റോ അല്ലെങ്കിൽ അതൊരു ബിസിനസ് പാർട്ണർഷിപ്പ് ഒന്നും അല്ലായിരുന്നു. നമ്മളിങ്ങനെ കുറച്ച് പരിപാടി തുടങ്ങുന്നുണ്ട്, അപ്പൊ കുറച്ച് ഫണ്ട് വേണം, നയിച്ചോണ്ടാ ഇതാണ് പരിപാടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അവർക്ക് എന്തെങ്കിലും പ്രോഫിറ്റ് പറഞ്ഞിരുന്ന? ഒന്നുമില്ല, അവർ ചോദിച്ചിട്ടില്ല, നമ്മൾ പറഞ്ഞിട്ടില്ല. കാരണം നമുക്ക് ഇതിന്റെ ഫ്യൂച്ചർ അറിയില്ലല്ലോ, ആക്ച്വലി എന്താ പരിപാടി അറിയില്ലല്ലോ. അപ്പൊ നമ്മളൊന്നും പറഞ്ഞു റോൾ ചെയ്യാൻ പൈസ വേണം. അതാണ് പച്ചക്ക് പറയുകയാണെങ്കിൽ കുറച്ച് റോളിങ് അത് വാങ്ങി, അത് വളരെ ഷോർട്ട് ടൈം പീരീഡിൽ നമ്മൾ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. എത്ര ഷോർട്ട് പീരീഡ്? ഒരു
6 monthsന്റെ ഉള്ളിലൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മൾ തിരിച്ചു അതിന് ഡോളിങ്ങിന് കുറച്ച് ഫണ്ട് എടുത്ത് റോളിങ് നമ്മൾ ബിസിനസ്സുകാർ ഫണ്ട് നമ്മുടെ നാട്ടിലെ എല്ലാ കച്ചവടം നടക്കല അങ്ങനെ ഡോളിങ്ങിനുള്ള ഫണ്ട് നമുക്ക് ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മുടെ അടുത്ത് ഇല്ലല്ലോ അധികമൊന്നും. അപ്പോൾ ഒന്നാമത് ഓൾറെഡി മാർക്കറ്റിൽ വേറെ കുറെ ടീം ഉണ്ടായതുകൊണ്ട് നമുക്ക് പ്ലേയേഴ്സ് ഉണ്ടായതുകൊണ്ട് നമുക്ക് അവിടെ പിടിച്ചിക്കണമെങ്കിൽ നമ്മുടെ ഫണ്ട് അനിവാര്യമായിട്ടുള്ള ബിസിനസ്സാണ്. കറക്റ്റ്. അപ്പോൾ ആ സമയത്ത് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഫ്രണ്ട്സ് സെറ്റപ്പിൽ നമ്മൾ ചോദിച്ചു വാങ്ങിയ പരിപാടിയാണ്. അത് നല്ലൊരു ഐഡിയ, ഞാനും പ്രയോഗിച്ചോ. ഓക്കെ, അപ്പൊ തൽക്കാലത്തേക്ക് നിങ്ങൾ എത്രത്തോളം റേസ് ചെയ്തിരുന്നു ആ സമയത്ത്? എനിക്ക് തോന്നുന്നു ടോട്ടൽ നമ്മളൊരു 20-25 lakhsന്റെ 25 lakhs ടോട്ടൽ നമ്മുടെ കൂടി എമൗണ്ട് അടക്കാട്ടോ അത് പറയുന്നത്. മനസ്സിലായി, അങ്ങനെ നമ്മളൊരു റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. മനസ്സിലായി. നമ്മുടെ പേഴ്സണൽ കണക്ഷനുള്ള ഫ്രണ്ട്സ് അത് ബേസിക്കലി എന്തിനായിരുന്നു ആ ഫണ്ട് ആ സമയത്ത്? മാർക്കറ്റിംഗ് ഇൻഫ്ലുവൻസേഴ്സിനെ പേ ചെയ്യാൻ. എക്സാക്ട്ലി മാർക്കറ്റിംഗ്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാലോ എത്ര കൊടുത്താൽ എത്ര കിട്ടുമെന്ന്. നൈസ് മൂവ്. ഇപ്പം ഒരു സമയത്ത് ഒരു മാസം നിങ്ങൾക്ക് എത്ര സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ടാവും? നമുക്ക് ആക്ച്വലി 1200-2000 സ്റ്റുഡൻസിന്റെ മുതൽ ചില മാസങ്ങളിൽ ചിലപ്പോൾ അതൊരു 3000 വരെയൊക്കെ പോവാറുണ്ട്. ഇതിനും സീസൺ ഉണ്ടോ? ഉണ്ടോ? ഇപ്പൊ സീസൺ കുറച്ച് ഡള്ളാണ് ആക്ച്വലി. കാരണം എന്താ വെച്ചാൽ ഒന്നാമത് സെലിബ്രേഷൻ നടക്കുന്ന സമയങ്ങളിൽ നമുക്ക് സീസൺ കുറച്ച് ഡള്ളായിരിക്കും. കാരണം ആളുകൾക്ക് വേറെയും കുറെ നീഡ് വരുന്നുണ്ടല്ലോ, ഡ്രസ്, സെലിബ്രേഷൻ, സ്കൂൾ, അങ്ങനെ. ബട്ട് സ്കൂൾ ഓപ്പണിങ്സിന്റെ സമയത്ത്, വെക്കേഷൻ സമയങ്ങളിലൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല സെയിൽസ്, അഡ്മിഷൻസ് ഉണ്ടാവാറുണ്ട് നമുക്ക്. മനസ്സിലായി. അതായത് ബേസിക്കലി വെക്കേഷൻ സമയത്ത് നിങ്ങൾക്ക് ഡൾ സീസൺ ആണ്. അതെ. ഓക്കെ, പിന്നെ ഫൗണ്ടർ ബ്രാൻഡ് ഞങ്ങൾ ആക്ച്വലി ഭയങ്കരമായിട്ട് ചാമ്പ്യൻ ചെയ്യുന്നുണ്ട്. ഒരു ഫൗണ്ടർ ആണെങ്കിൽ യു ഹാവ് ടു ഡു ഫൗണ്ടർ ബ്രാൻഡ്. അതായത് ആ ഫൗണ്ടറിൻ്റെ മുകളിലാണ് ആ ഫൗണ്ടറിൻ്റെ മുകളിൽ ശരിക്കും ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റും. നിങ്ങളൊരു അഭിപ്രായം എന്താണ് ഫൗണ്ടർ ബ്രാൻഡ്സ്? ഫൗണ്ടർ എപ്പോഴും ഫേസ് ആയിരിക്കണം, അല്ലെങ്കിൽ ട്രസ്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു ഇതുണ്ട്. എല്ലാവരും ഇല്ലെങ്കിലും ഒരാളെങ്കിലും കമ്പനിയുടെ ബേസിൽ അറിയണം എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ബട്ട് പേഴ്സണൽ ബ്രാൻഡിങ്ങിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് പക്ഷേ അതൊരു വിധത്തിൽ പോസിറ്റീവാണ്, എന്നൊരു വിധത്തിൽ നെഗറ്റീവാണ്. എങ്ങനെയാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അയാളെ പേഴ്സണൽ ലൈഫിൽ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ മേ ബി അത് ബ്രാൻഡിനും എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കുറച്ചുകൂടെ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതെൻ്റെ ബ്രാൻഡിന്, അത് ഇംഗ്ലീഷ് കഫേയിൽ ഇന്ന ആളെല്ലാം ചോദിച്ചിട്ടാണ് ആ പരിപാടി വരുന്നുണ്ടായിരിക്കുക. പക്ഷെ അയാൾ ഹൈഡായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്താലും ആ കമ്പനീനെ അത് ബാധിക്കാൻ പോകുന്നില്ലല്ലോ. പക്ഷേ നിങ്ങളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഫൗണ്ടർ ബ്രാൻഡ് വേണമെന്ന് പറയോ വേണ്ടെന്ന് പറയോ? തൂക്കി നോക്കിയിട്ട് ഞാൻ വേണമെന്ന് തന്നെ പറയണ്ടാവുള്ളൂ. ഓഫ് കോഴ്സ് വേണമെന്ന്. പ്രോസ് ഔട്ട്വെയ്സ് ദ കോൺസ് ആണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ അങ്ങനത്തെ പണിക്ക് നിൽക്കണ്ട. നമ്മൾ ഫൗണ്ടർ ബ്രാൻഡാണ്, നമുക്ക് പോലെ വേറെ പണികൾ തന്നെ ഉണ്ടല്ലോ, പിന്നെ ഇതിലൂടെ വേറെ പണിക്ക്. കറക്റ്റ്. അപ്പോൾ ഫൗണ്ടർ ബ്രാൻഡ് ഇസ് റിയലി വർക്ക്സ്. നിങ്ങൾ ആദ്യം ഇറങ്ങിയില്ലെങ്കിലും പിന്നെ സമ്മർദ്ദം കാരണം അൺപ്ലാൻഡ് ആയിട്ട് വന്ന പരിപാടിയാണ്. കാരണം ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട് ആക്ച്വലി. ആ ടീമും ഭയങ്കര, ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ അവരെ നന്നായിട്ട് കളിയാക്കാറുണ്ടല്ലോ, നന്നായിട്ട് ചീത്ത പറയാറുണ്ട്. ഞങ്ങൾ അല്ലതി പോകുന്നതുകൊണ്ട് നമുക്കത് ഡിജിറ്റൽ ടീം മാത്രമല്ല കേട്ടോ, ലൈക്ക് എല്ലാ ടീമാണ്. ഞാൻ ട്രെയിനേഴ്സിനായിട്ട് ഭയങ്കര കമ്പനിയാണ്, സെയിൽസ് ടീമിനായിട്ട് ഭയങ്കര കമ്പനിയാണ്, എൻ്റെ മാനേജർ ആണെങ്കിലും GM ആണെങ്കിലും അവരായിട്ടൊക്കെ നല്ല കമ്പനിയിലാണ്. അത് നമ്മൾ അങ്ങനെ പോകുന്നുണ്ട്. മനസ്സിലായി. അപ്പം മീൻസ് അത് പറഞ്ഞപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നിങ്ങളത് ഹൈബ്രിഡ് ആണല്ലോ, കുറച്ച് ആൾക്കാർ വർക്ക് ഫ്രം ഓഫീസ്, വർക്ക് ഫ്രം ഹോം. ഇതെങ്ങനെയാണ് നിങ്ങൾ ആക്ച്വലി മാനേജ് ചെയ്യുന്നത്? മീൻസ് രണ്ട് മൈൻഡ് സെറ്റ് ഒക്കെ അല്ലേ? നമുക്ക് ആക്ച്വലി നല്ലൊരു മാനേജ്മെന്റ് സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് താഴെ ഓരോ മാനേജേഴ്സ് ഉണ്ട്. അപ്പോൾ എനിക്കൊരു പേഴ്സണൽ മാനേജർ ഉണ്ടായിരിക്കും. പിന്നെ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ഹെഡ് ഉണ്ട്. അക്കാഡമിക്സിന് അക്കാഡമിക് ഹെഡ് ഉണ്ട്. അക്കാഡമിക് ഹെഡാണ് അക്കാഡമിക്സിന്റെ എല്ലാ കാര്യവും നോക്കുക, എല്ലാ സ്റ്റാഫിനെയും നോക്കണ്ടേ. TL ഉണ്ട്, സെയിൽസ് ടീമിന് 2 TLs ഉണ്ട്. അവരാണ് സെയിൽസ് ടീമിനെ നോക്കേണ്ടത്. നമുക്ക് ജസ്റ്റ് മോണിറ്റർ ചെയ്താൽ മാത്രം മതിയായിരിക്കും സെയിൽസിന്റെ കാര്യങ്ങളൊക്കെ. എല്ലാത്തിനും ഓരോ ഹെഡ്മാരുണ്ട്. മീഡിയക്ക് ഒരു മീഡിയ ഹെഡ് ഉണ്ട്. ഭയങ്കര ഈസിയാണ്. എനിക്കതൊക്കെ വലിയ പ്രശ്നമായിട്ട് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു പർച്ചേസ്ഡ് CRM ഒന്നുമില്ല. നമ്മളിപ്പോഴും വാട്സാപ്പ് ത്രൂ അതാണ് മാനേജ് ചെയ്യുന്നത്. എല്ലാ അപ്ഡേറ്റ്സിൽ കളക്ട് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ വാട്സാപ്പ് ത്രൂ തന്നെ അതും നമ്മൾ ചെയ്യുന്നത്. സിമ്പിൾ വാട്സാപ്പ് ബിസിനസ് ആണ് യൂസ് ചെയ്യുന്നത്. എക്സാക്ട്ലി, എല്ലാം നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ പക്ഷേ ഹൈബ്രിഡ് ടീം വർക്ക് ഫ്രം നിങ്ങൾക്ക് എന്തായാലും പ്രശ്നമല്ല. നമുക്ക് ലൈക്ക് അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഹൈബ്രിഡ് ആണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഒരു ഓഫീസ് വരുന്നതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ആ സമയത്ത് ഈ ഹെഡിന്റെ പണി തന്നെ അതാണ്. അവർ വർക്ക് ചെയ്യുന്നുണ്ടോ, അവർ ഫോൺ ചെക്ക് ചെയ്യണം, അവർ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ആൻസേഴ്സ് കറക്റ്റ് ആണോ ചെക്ക് ചെയ്യണം. പിന്നെ അവർ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊക്കെ എക്സാമിനേഷൻ നമ്മൾ നടത്താറുണ്ട്. ട്രെയിനേഴ്സിന്റെ കേസിൽ സെയിൽസിന്റെ ടീമിനെ ഓരോ മാസം നമ്മൾ മാറ്റാറുണ്ട്. പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യും നമ്മൾ, കറക്റ്റായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ, അവർ ഗ്രോത്ത് എടുത്തതോ. കാരണം ഒരാൾക്ക് ഗ്രോത്ത് ഉണ്ടെങ്കിൽ അവർ ഇവിടെ നിന്നിട്ടും കാര്യമുള്ളൂ, അയാളുടെ പേഴ്സണൽ ലൈഫിലും കാര്യമുള്ളൂ. അയാൾക്കൊരു ഇപ്പം
സെയിൽസ് ടീം എപ്പോഴും കമ്മീഷൻ ബേസിലാണ് വർക്ക് ചെയ്യുന്നത് നമ്മുടെ കമ്പനിയിൽ. അപ്പോൾ അയാൾക്ക് മന്ത്ലി മിനിമം ഒരു എമൗണ്ട് സാലറി നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കും. മിനിമം ഒരു 25,000 ഏൺ ചെയ്യുന്ന ഒരു സെയിൽസ് പേഴ്സൺ ആണ് എൻ്റെ കമ്പനിയിൽ വേണ്ടതെന്നുള്ളത്. കറക്റ്റ്. അല്ലാതെ ബേസിക് സാലറി വാങ്ങുന്ന ഒരാൾ എനിക്ക് അവിടെ ആവശ്യമില്ല. കറക്റ്റ്. മനസ്സിലായി. അപ്പോൾ അത് 2 മാസം ഞാൻ ട്രൈ ചെയ്യും. ആ പയ്യനത് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിക്ക് പറ്റുന്നുണ്ട് നോക്കും. ഇല്ല ഞാൻ തന്നെ തൊള്ളു കഴിഞ്ഞിട്ട് പറയാം, നമുക്ക് വേറെ പ്ലാറ്റ്ഫോം മാറ്റി പിടിച്ച് നോക്ക്. ലൈക്ക് എനിക്ക് താല്പര്യമില്ലാത്ത ഫീൽഡിൽ നിൽക്കണ്ടല്ലോ, എനിക്ക് ഇതാക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ നമ്മൾ ചെയ്യാണ്. ഇനി ചില സമയത്ത് അങ്ങനത്തെ ആൾക്കാർ ആ ഒരൊറ്റ വാക്കിൽ അടുത്ത ആഴ്ച മുതൽ നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ട്. കാരണം സ്റ്റിക്ക് ഓൺ ചെയ്ത് വെക്കാറുണ്ട്, നമ്മൾ ചെയ്യാറുണ്ട്, അങ്ങനെ ചെയ്യാറുണ്ട്. ഓക്കെ. നൗസി തിങ്ക് വർക്കിൻ്റെ ഏജൻസി പറഞ്ഞത് ഇത് റൺ ചെയ്യാനാണ്. സോ അവൻ ചോദിച്ചത് ഹൗ സാച്ചുറേറ്റഡ് ഈസ് ദ കറന്റ് മാർക്കറ്റ്? എവിടെയാണ് 3 കൊല്ലം അല്ലെങ്കിൽ 5 കൊല്ലത്തിന് ശേഷം നിങ്ങളിത് കാണുന്നത്? വേർ ഈസ് ഇറ്റ് ഗോയിങ്? നമ്മൾ ഓൾറെഡി നമ്മളിപ്പോൾ ഇന്റർനാഷണൽ ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട്. നമ്മൾ ശ്രീലങ്കയിൽ സ്റ്റാർട്ട് ചെയ്തോട് കൂടിയിട്ട് നമ്മൾ ഗ്ലോബലി നമ്മൾ എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ബേസിക്കലി സിംഹളീസ് സംസാരിക്കുന്ന ആളുകളെ നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി, കൊള്ളാലോ പരിപാടി. കേരളത്തിൽ തുടങ്ങി. ശ്രീലങ്കയിൽ ആർക്കും ഈ കോൺസെപ്റ്റ് ഇല്ല ആക്ച്വലി. 1-2 ഫേംസ് ഉള്ളൂ, അത് ഇത്രയും വൈഡായിട്ട് ചെയ്യുന്നില്ല അവർ. അവരുടെ സ്കോപ്പ് കണ്ടെത്തി, നമ്മൾ അവിടെ ഒരു പാർട്ണറെ കണ്ടെത്തി. ആ പാർട്ണർ നമ്മൾ കോയമ്പത്തൂരിലുണ്ട്. ആ കോയമ്പത്തൂരിലാണ് നമ്മൾ ഓപ്പറേഷൻസ് നടക്കുന്നത്. ഒന്നാമത് മലേഷ്യയിലുള്ള ശ്രീലങ്കയിലുള്ള ഒരുപാട് ആളുകൾക്ക് തമിഴ് അറിയാം. തമിഴ് ലാംഗ്വേജ് സംസാരിക്കുന്ന ആളുകൾ 30% അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി ഈസിയാണ്. അപ്പൊ ഭയങ്കര ഈസിയാണ്. അപ്പൊ അതുകൊണ്ട് അതാക്കാം. അപ്പൊ നമ്മൾ ഇന്റർനാഷണലി കുറച്ചുകൂടി കൺട്രീസിലേക്ക് പോകണമെന്നുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഇന്ത്യയിൽ ഇനിയും എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടംപോലെ ലാംഗ്വേജ് കിടക്കുന്നുണ്ട്. കട്ടക്ക് കിടക്കുന്നുണ്ട്. നമ്മൾ മലയാളത്തിൽ ആകെ ഒരു 3.5 CR ആണെന്നുണ്ടെങ്കിൽ അത് തമിഴ്നാട് എത്തുമ്പോൾ 7.5 ആ വൈഡ് ഏരിയയിലേക്ക് വരുന്നത്. ഹിന്ദി വരുമ്പോൾ ഇന്ത്യയിൽ 9 സ്റ്റേറ്റ്സിൽ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. അത്ര ഓഡിയൻസ് കിടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1 വയസ്സായില്ലെങ്കിൽ 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി മുതൽ 60 വയസ്സായി കാക്കന്മാർ വരെ നമ്മൾ ഓഡിയൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്രത്തോളം അതിന് സ്കോപ്പ് അടക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഇവിടെ കൊണ്ടൊന്നും നിർത്തൂലാണ്, നമ്മൾ ട്രൈ ചെയ്യണം. എനിക്ക് അതെല്ലാം ഇരുന്ന് കാലിട്ടണം. അല്ല ആയിക്കോട്ടെ. ഇപ്പൊ മലയാളം നമുക്കറിയാം, തമിഴും ഓക്കെ. കന്നഡ പോകുമ്പോ കന്നഡ ഇംഗ്ലീഷ് ഉണ്ടല്ലോ നമ്മളെ കയ്യില്. നമ്മളെടുത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടല്ലോ. അപ്പോൾ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞില്ലേ, നമുക്ക് കുറച്ചുകൂടി ഇംഗ്ലീഷ് ലാംഗ്വേജ് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ എപ്പോഴും അവിടെ മാനേജ്മെന്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മലയാളം അറിയുന്ന ഒരു കന്നഡ പേഴ്സൺ ഉണ്ടാവും അവിടെ, മനസ്സിലായോ? മലയാളം അറിയുന്ന ഒരു തമിഴ് പേഴ്സൺ, സിംഹള അറിയുന്ന മലയാളി ഉണ്ടാകുന്ന അടുത്ത്, സിംഹള അറിയുന്ന തമിഴൻ ഉണ്ട് നമ്മുടെ അടുത്ത്. ഒരു ഒപ്പിക്കാം. പക്ഷെ അവിടെ ഒക്കെ മലയാളി ഫാക്ടർ ഉണ്ട്. തമിഴിൽ മലയാളി ഫാക്ടേഴ്സ് കുറവാണ്. ബട്ട് കന്നഡയിൽ മലയാളി ഫാക്ടർ ഉണ്ട്. ശ്രീലങ്കയിൽ മലയാളി ഇല്ല, തമിഴ് ഫാക്ടർ ഉണ്ട്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് ഇന്ന് വരെ ലാംഗ്വേജ് ഫീൽ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് അതൊരു ഇഷ്യൂ. മദർ ടങ് നമുക്ക്. പക്ഷെ അവിടെ നിങ്ങൾ പറഞ്ഞില്ല, ഇപ്പം ശ്രീലങ്കയിൽ നിങ്ങളൊരു പാർട്ട്ണറെ കണ്ടുപിടിച്ചു. അത് പാർട്ട്ണർ ആണോ അല്ലെങ്കിൽ ഹൗ ഡു യു സ്ട്രക്ചർ ഇറ്റ്? ആ സ്ട്രക്ചർ എന്തായിരിക്കും? ആക്ച്വലി നമ്മൾ തമിഴ്നാട്ടിൽ താമസിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വില്ലയുടെ നൈബറായിരുന്നു മൂപ്പര്. ഞങ്ങൾ സ്റ്റേറ്റിലടിക്കാൻ പോയപ്പോൾ പരിചയപ്പെട്ട ആളാണ്. പക്ഷെ അവർ ഓൾറെഡി ബിസിനസ് ബാക്ക്ഗ്രൗണ്ടിലുള്ള ഒരാളാണ്. അവരെ വൈഫാണ് ഞങ്ങൾ ആക്ച്വലി പാർട്ണർ ചെയ്യുന്നത്. വൈഫ് ആക്ച്വലി ടീച്ചറാണ്, ഇംഗ്ലീഷ് ടീച്ചറാണ്. സിംഹള അറിയുന്ന ഇംഗ്ലീഷ് ടീച്ചറാണ്. ഭയങ്കര ഈസി ആയിരുന്നു. അവർക്ക് ഭയങ്കര പാഷനായിട്ടാണ് നമ്മുടെ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ. അവർ ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു 40+ ഏജ് ഉള്ള ഒരാളാണ്. അപ്പൊ ഞങ്ങൾ ടീമിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഞങ്ങളൊക്കെ എനർജറ്റിക് ആയിട്ടുള്ള അക്കയാണ് അവിടെ ഉള്ളത് ആക്ച്വലി. അവർക്ക് സ്റ്റേക്ക് കൊടുത്തു, ആ കമ്പനിയിൽ സ്റ്റേക്ക് കൊടുത്തു. ചെറിയ രീതിയിൽ നമ്മൾ സ്റ്റേക്ക് നമുക്ക് അത് നല്ലൊരു മൂവാണ്. അവർക്കൊരു താല്പര്യം വേണം. നിങ്ങളെ ബ്രാൻഡും അവർ ലീഡ് ചെയ്തു. അവരാണ് ഹയർ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ. ലാംഗ്വേജ് ബാരിയർ വരില്ല. ഓപ്പറേഷൻസ് നമ്മളാണ് നടത്തുന്നത്. ബട്ട് അതിനപ്പുറത്തേക്കുള്ള ഈ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹെൽപ്പ്, പിന്നെ അവിടുത്തെ റിസോഴ്സ് നമുക്ക് വേണമല്ലോ. നമുക്ക് സിംഹള അറിയുന്ന ശ്രീലങ്കൻസിന് ആവശ്യമാണല്ലോ, അതൊക്കെ അവരാണ് ചെയ്യുന്നത്. മനസ്സിലായി. അത് നല്ലൊരു സ്ട്രാറ്റജിയാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഇവിടെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. എക്സാക്ട്. ഇതിൻ്റെ അകത്ത് നിങ്ങളൊരു ജേണി നിങ്ങൾ ഷെയർ ചെയ്തു. പക്ഷെ അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹൗ ഡു യു ബിൽഡ് ആൻ ഇൻ-ഹൗസ് കണ്ടന്റ് ടീം, മാസ്റ്റർ ക്ലാസ് ഓൺ കണ്ടന്റ് ക്രിയേഷൻ എന്നൊക്കെ ഭയങ്കര ഈസിയല്ല പരിപാടിയൊന്നും അറിഞ്ഞില്ല കേട്ടോ. അത് വർഷങ്ങളായിട്ട് എടുത്ത് ഇപ്പോഴും നമ്മൾ കാണുന്ന പോലെ, ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഭയങ്കര ഫ്രണ്ട്ലി ആണെങ്കിൽ പോലും അവിടെ ഞങ്ങളുടെ ഇടയിൽ കുറേ ആർഗ്യുമെന്റ്സ് വരാറുണ്ട്, കുറേ സംസാരങ്ങൾ വരാറുണ്ട്. ആ ടീമിനെ അങ്ങനെ മെയിൻറ്റെയിൻ നമ്മൾ മേടിച്ചു കൊണ്ടുപോകാൻ അറിയില്ല. അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. ബട്ട് കറക്റ്റ്, ഞാനത് എൻജോയ് ചെയ്യുന്നുണ്ട്, അവരത് എൻജോയ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഓഫ് ദ അതല്ല നമുക്ക് ആവശ്യം. ആടുകളെ മേയിച്ചുണ്ടോ കാരണം ഞങ്ങൾക്ക് ആ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടമാണ്, ടീം ഭയങ്കര ഇഷ്ടമാണ്. കറക്റ്റ്. അതെ, ഇത് തന്നെയായിരുന്നു ഞാൻ ഈ ഒരു ഇതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് എന്റെ 3 പാർട്ട്നേഴ്സ് ഉണ്ട്. അവർ തരുന്ന സപ്പോർട്ട് ഉണ്ട്. ഇവരൊന്നും ഇതൊന്നും നടക്കില്ല. ഞാൻ ഒറ്റക്കൊന്നും ഒരു പരിപാടി നടക്കും. കമ്പനി എപ്പോഴും പൊട്ടി പോയിട്ടുണ്ടാവും. ലൈക്ക് ഇവര് തരുന്ന സപ്പോർട്ട് ഉണ്ട്. ബാക്കി 3 പേര്, ഇപ്പൊ ജുനൈദ് ആണെങ്കിലും അൻഷിഫ് ആണെങ്കിലും ഗഫൂർ ആണെങ്കിലും, ഇവര് തരുന്നൊരു ഫ്രീഡം ഉണ്ട് എനിക്ക്. എന്ത് വേണമെങ്കിലും ചെയ്യാനും. എന്റെ ഫീൽഡിൽ മാർക്കറ്റിംഗിലും സെയിൽസിലും ഡിജിറ്റലിലും
എന്ത് എക്സ്പെരിമെന്റ് ചെയ്യാനുള്ള എല്ലാ റൈറ്റും എനിക്കുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് നമുക്കൊരു കോൺഫിഡൻസ് വേറെ കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. അതാണ് അത് പറഞ്ഞപ്പോൾ നിങ്ങളെ പാർട്ട്നേഴ്സിന്റെ ഇടയിൽ ഒന്ന് നിങ്ങളെല്ലാവരും ഒരേ ഏജ് ഗ്രൂപ്പാണ് അല്ലേ? എക്സാക്ട്ലി. ചില കാര്യങ്ങൾ എനിക്ക് ചോദിക്കാണ്ട് പറയാൻ പറ്റാത്ത വെച്ചാൽ പറയണ്ട. ആ. ഒന്ന്, നിങ്ങളെ എങ്ങനെ CEO നിങ്ങളാവും എന്ന് തീരുമാനിച്ചത്? രണ്ട്, ഹൗ ഡു യു ഡിവൈഡ് സാലറീസ്? എല്ലാവരും ഒരേ സാലറിയാണ് എടുക്കുന്നത്. ഹൗ ഡു യു ഡിസൈഡ് ദാറ്റ്? നമ്മൾ CEO എടുത്ത ഓപ്പറേഷൻ ലെവലിൽ കൂടുതലും ആരാണ് ഫോക്കസ് ചെയ്യുന്നത് അവർക്കാണ് നമ്മൾ CEO ലെവലിൽ പോസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ സ്റ്റേജിൽ. മനസ്സിലായി. അപ്പോൾ ഓപ്പറേഷൻ ലെവലിൽ കുറച്ചുകൂടി ആ സമയത്തൊക്കെ ഞാനാ ചെയ്തിട്ടുണ്ടായിരുന്നത്. സെയിൽസിലാണെങ്കിലും മാർക്കറ്റിംഗിലാണെങ്കിലും ഒക്കെ ഓപ്പറേഷൻ ലെവലിൽ ഞാനാ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് CEO പോസ്റ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി വന്നതാണ്. അങ്ങനെ ഈ അതാവണം അങ്ങനെ പരിപാടിയിലൊന്നും പിടുത്തുന്നല്ല, ഇതിലാണ് വന്നത്. ഓക്കെ. പിന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പിന്നെ നിങ്ങൾ എങ്ങനെയാണ് സാലറീസ് ഡിസൈഡ് ചെയ്യുക? സാലറീസ് എടുക്കുമല്ലോ നമ്മളാണെങ്കിലും നമുക്ക് അറ്റൻഡൻസ് ശരി. അല്ല, ബാക്കിയുള്ളവർക്ക് എപ്പോ വേണം കയറാം, നിങ്ങൾക്ക് അറ്റൻഡൻസ് ഉണ്ട്. നമുക്ക് ആക്ച്വലി അറ്റൻഡൻസ് ഉണ്ട്. കാരണം നമ്മൾ ഒരു പോയിന്റ് എത്തോളം കമ്പനിയുടെ കൂടെ നമ്മൾ ഉണ്ടാവണം എന്നുള്ള ഒരു ഇതുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇന്ന സമയത്ത് ഓഫീസിൽ അവൈലബിൾ ആയിരിക്കണം എന്നുണ്ട്. പേഴ്സണൽ കാര്യങ്ങൾക്ക് മാത്രമേ നമുക്ക് ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് നമുക്ക് ലീവ് കിട്ടും. അല്ലാത്തതിനൊക്കെ നമുക്ക് ഓഫീസായിട്ട് കണക്റ്റഡ് ആവണമെന്നുണ്ട്. മനസ്സിലായി. നമുക്ക് മന്ത്ലി സാലറി, അറ്റൻഡൻസ് ബേസ് തന്നെ സാലറി ഉണ്ട് നമുക്ക്. നമ്മൾ അതായത് നമ്മളെല്ലാവരും പറയും മാനേജ്മെന്റ് ഫിക്സ് ചെയ്തൊരു സാലറി ഞങ്ങൾക്കുണ്ട്. മാനേജ്മെന്റ് അറിയിച്ചാൽ അങ്ങനെ എങ്ങനെ സാലറി എന്താ വെച്ചാൽ കമ്പനിയുടെ എല്ലാ കാര്യവും ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മനസ്സിലായോ? ഇപ്പം എല്ലാ കാര്യം. പക്ഷെ ഇപ്പോഴും ചില സമയത്ത് ഒരു പാർട്ണർ കോയമ്പത്തൂർ ആയിരിക്കാം, കോയമ്പത്തൂരിൽ ഫോക്കസ് ചെയ്യേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. ചില സമയത്ത് ചിലപ്പോൾ വേറെ എന്ത് എക്സ്പാൻഷൻ വേണ്ടി ദുബായ് പോകേണ്ടി വരും. അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ 4 പേരുണ്ടാകുന്ന സമയത്ത് ബിസിനസ് മാത്രമേ സംസാരിക്കുള്ളൂ. കൂടുതലും നമ്മൾ ആ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് സാലറീസ്? ഇപ്പൊ ഞാൻ പല ഇതിലും കണ്ടിട്ടുണ്ട്. ഇപ്പൊ ടോണി ഡാറ്റ ഹട്ടിന്റെ എല്ലാവരും സെയിം സാലറിയാ, എല്ലാ കോ ഫൗണ്ടേഴ്സും അവർ സെയിം ഏജ് ഗ്രൂപ്പാണ്. അപ്പൊ നിങ്ങളെ രീതി എല്ലാവർക്കും സെയിം സാലറിയാണ്. സെയിം സാലറി. കാരണം ഓരോരുത്തരും എടുക്കുന്ന ജോബ് ഓരോ ഡിഫറെന്റ് ജോബ് ആണെങ്കിൽ പോലും എല്ലാവരും ജോബ് എടുക്കുന്നുണ്ട്. ഒരാൾ അക്കാഡമിക്സ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഒരാൾ ഫൈനാൻസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, ഒരാൾ വെൽഫെയറും സ്റ്റാഫിനും മറ്റു കാര്യങ്ങളും നോക്കുന്നുണ്ട്, ഞാൻ മാർക്കറ്റിംഗ് നോക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്, കമ്പനിയിൽ ആക്റ്റീവായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആക്റ്റീവായിട്ട് പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് എല്ലാവരും സെയിം സാലറീസ് ആണ് എടുക്കുന്നത്. നൈസ്. ഇത്രയും കണ്ടിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ബിസിനസ്സിനെ കുറിച്ച് കൂടുതൽ പഠിക്കണം ആഗ്രഹമുണ്ടോ? ഞങ്ങളൊരു പെയ്ഡ് വാട്സാപ്പ് കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്. അവിടെ എല്ലാ തരത്തിലുള്ള എക്സ്പേർട്സും ഉണ്ട്. താഴെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി ചെക്ക് ചെയ്യാം. ഇനിയും സംസാരിച്ചാൽ വേറെ കുറെ സംസാരിച്ചു. അപ്പോൾ ഇതിനൊന്ന് ആവശ്യത്തിൽ കൂടുതൽ സമയം ഓൾറെഡി നല്ല ടോക്കായിരുന്നു. നിങ്ങൾക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റി. അതാണ് ഞാൻ വളരെ കുറച്ച് ടോക്കിലെ പങ്കെടുത്തിട്ടുള്ളൂ, ടു ബി ഹോണസ്റ്റ്. അതും നമുക്ക് ലൈക്ക് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്കത് ഓക്കെ തോന്നുമല്ലോ, നമുക്ക് ഓക്കെ സംസാരിക്കാൻ പറ്റും, ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഞാൻ ഭയങ്കര ടെക്നിക്കൽ വേർഡ്സ് ഒന്നും യൂസ് ചെയ്യാത്ത ആളാണ്. അപ്പൊ നമുക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റുന്ന ഭയങ്കര ഈസിയാണ്. അപ്പൊ എനിക്ക് മറ്റേ ഉണ്ടാക്കാൻ പറ്റുമോ ജെൻസി ടീമിനെ? പിന്നെ നിങ്ങൾക്ക് ഒരു ടീം ഉണ്ടല്ലോ ഓൾറെഡി. അല്ല, ഇത് അറിയൂലേ, ഇത് ആകെക്കൂടി ഒരു കൊല്ലായിട്ടേ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോവോ? നിങ്ങളുടെ ടീമിനൊക്കെ അത്യാവശ്യം എടാ പോണാ ബന്ധമാണോ? അത് നമ്മൾ ഒരു ഒത്തിൽ തന്നെ ബെറ്റർ ആവും അല്ലേ? റൈറ്റ്. അപ്പോൾ അണ്ടിൽ നെക്സ്റ്റ് എപ്പിസോഡ്, താങ്ക് യു ഫോർ വാച്ചിങ്.